എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1648 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ആർ സുനിൽരാജ് BHMS, റിട്ടയർഡ് ഹോസ്പിറ്റൽ സൂപ്രണ്ട്, ഹോമിയോപ്പതി വിഭാഗം, കേരള സർക്കാർ. സർക്കാർ സർവീസിൽ വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ സേവനം നടത്തിയ വ്യക്തിത്വം. കേരള ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനിൽ വിവിധ സ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വം. 35 വർഷത്തിലധികം ചികിത്സാ പരിചയം. പനിയുടെ ചികിത്സ, ഹോമിയോപ്പതിയുടെ അത്ഭുതകരമായ അവസരങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ആർ സുനിൽ രാജിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. താങ്ക് യു മാഡം. ഗുഡ് ഈവനിങ് എല്ലാവർക്കും സ്വാഗതം. മാഡം നമ്മുടെ DMO ആയിട്ട് കേട്ടൊരു വ്യക്തിയാണ്. താങ്ക് യു മാഡം. താങ്ക് യു ഡോക്ടർ ധനേഷ്, ഡോക്ടർ മനോജ്, എല്ലാ IFPHന്റെ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയിക്കാൻ. ഞാനിപ്പോ ഒരു മലയാള സെഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. നമ്മുടെ ഈ മലയാള സെഷനിൽ കൂടുതലും അറ്റൻഡ് ചെയ്യുന്നവരെല്ലാം തന്നെ ഈ രംഗത്തെ എക്സ്പീരിയൻസ് വന്ന ഡോക്ടർമാരാണ്. തഴക്കവും പഴക്കവും ഉള്ള ഡോക്ടർമാരാണ് കൂടുതലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്ന് എനിക്കൊരു ആലോചന ഉണ്ടായിരുന്നു, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഏതായാലും ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ഞാൻ സ്വീകരിച്ച മാർഗങ്ങളും, പനി ചികിത്സയിൽ ഞാൻ സ്വീകരിച്ച മാർഗങ്ങളാണ് ഈ സെഷനിൽ ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാന് സാധാരണ പറയാറുണ്ട്, നമ്മൾ ഈ മലബാർ മേഖലയില് ഹോമിയോപ്പതിക്ക് വലിയ പ്രചാരമുണ്ട് എന്നൊരു പൊതുവെ അഭിപ്രായമാണ്. ശരിയാണ്, അത് ഒരു 99% ശരിയാണ്. അതിന് കാരണം ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ മലബാർ മേഖലയിൽ പൊതുവെ പണ്ട് കാലത്ത് ഡോക്ടർമാർ വളരെ കുറവായിരുന്നു. പിന്നെ പല മേഖലകളിലും വളരെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ സഞ്ചാര സൗകര്യവും എല്ലാ സൗകര്യങ്ങളും പൊതുവെ കുറവായിരുന്നു മലബാർ മേഖലയിൽ. അപ്പൊ അന്ന് പല കോട്ടയത്തു നിന്നും മറ്റു പല ഭാഗങ്ങളിലും തെക്കൻ മേഖലയിൽ നിന്ന് പലരും തന്നെ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും മലപ്പുറത്തൊക്കെ തന്നെ വന്ന് താമസിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിൽ മുഴുവൻ ഇങ്ങനെ പല ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ ജീവിതവും മരണവുമായിട്ട് പോരാടിക്കൊണ്ടാണ് അവർ പലരും അവിടെ കൃഷിയുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ മരണത്തെ മുഖാമുഖം കണ്ട പല സന്ദർഭങ്ങളും അവർക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ അവർ സ്വീകരിച്ച ഒരു ശാസ്ത്രശാഖയാണ് ഹോമിയോപ്പതി. ഒരുപക്ഷെ ഹോമിയോപ്പതിയുടെ സൈഡ് എഫക്റ്റ് ഇല്ലായ്മ എന്നുള്ളൊരു കാരണം കൊണ്ടാവാം, അല്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാവാം, ഏതായാലും അവർ ആ സമയത്ത് അത് സ്വീകരിച്ചിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഡോക്ടർ, ഒരു മെഡിക്കൽ ഓഫീസർ റിട്ടയർ ചെയ്ത CMO റിട്ടയർ ചെയ്ത സുരേഷ് ബാബുവിന്റെ അച്ഛൻ ഡോക്ടർ ചിദാനന്ദൻ, അദ്ദേഹത്തിന്റെ ഒരു മാഗസിൻ ഉണ്ട് സിമിലി എന്നിട്ട് മലയാളത്തിൽ. ഞാനും ഇവിടെ വന്നപ്പോഴാണ്, അഴീക്കോട് പോസ്റ്റിംഗ് കിട്ടി വന്നപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെയൊക്കെ സ്വാധീനം, ഈവൻ ഓർഗനോണിന്റെ അഫോറിസംസ്, പാരിങ്ടൺ മെറ്റീരിയൽ മേടിക്കുക, ഇങ്ങനെ പലതും മലയാളത്തിൽ തന്നെ വളരെ വിശദമായിട്ട് കാണിച്ചുള്ള മാഗസിൻ. അപ്പൊ അതൊക്കെ തന്നെ പഠിച്ചുകൊണ്ടാണ് പലരും ഈ രംഗത്ത് നിന്നത്. അപ്പൊ അതൊരു വളരെ ശാസ്ത്രീയമായ ചികിത്സയാണ്. നമ്മൾ ഈ PGക്കാർ പഠിച്ചതിനേക്കാളും നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്ത് പഠിച്ച ഡോക്ടർമാരെന്ന് വെച്ചാൽ അവർ പഠിച്ചാണ് ചെയ്തത്. കാര്യം അവരുടെ ജീവിതവും മരണവും തമ്മിലുള്ള നൂൽപ്പാലത്തിൽ അവർക്ക് രക്ഷയായത് ഹോമിയോപ്പതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല അവരുടെ മക്കളെല്ലാം തന്നെ BHMSഉം PGയും ഒക്കെ എടുത്ത് കൊണ്ടുവരുന്ന ഒരവസ്ഥ വന്നു. പല ഡോക്ടർമാരും ഇന്ന് മലയോര മേഖലയിൽ വന്ന പല ഡോക്ടർമാരൊക്കെ വളരെ മിടുക്കരുമാണ്.
അപ്പൊ അത്രയും വിശ്വാസം ഹോമിയോപ്പതിയിലുള്ള ഒരു മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ശാസ്ത്രശാഖ എന്നുള്ളൊരു വിശ്വാസം ഈ മേഖലയിലുള്ള ജനങ്ങളുണ്ട്. ഞാൻ അഴീക്കോട് ആണ് ആദ്യമായിട്ട് 98-ലാണ് ഞാൻ സർവീസിൽ വരുന്നത്. അഴീക്കോട് കണ്ണൂർ ജില്ലയിലെ ഏകദേശം ഒരു കണ്ണൂർ ജില്ലയിലെ ഒരു പകുതി ഭാഗം കാസർഗോഡിന് ഏകദേശം അടുത്ത് വരും. അപ്പൊ അവിടെ വരുമ്പോ അവിടെ അന്നൊരു മിക്കവാറും വല്ല പേഷ്യൻസും വന്ന് ചന്ദ്രൻ എന്ന് പറയാം, ചന്ദ്രൻ. അപ്പൊ ഞാൻ ഈ ചന്ദ്രൻ ആരാണ്, നമ്മുടെ സർവീസിലൊന്നും ഇല്ല. അപ്പം പിന്നെ മനസ്സിലാക്കി ഒരു 10 വർഷം മുന്നേ മരിച്ചുപോയ ഒരു ഈ ബുക്ക് വായിച്ച് പഠിച്ച് ചികിത്സിച്ച ഒരു ഈ ബീഡി പണിക്കാരനായിരുന്നു. അത്ഭുതങ്ങളാണ് അവിടെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിഗ്രിയും DHMS കഴിഞ്ഞ ഡോക്ടർമാരിലൊക്കെ തന്നെ ജനങ്ങൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാര്യം ഒരു വ്യാജം ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പഠിച്ചവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ ചിന്ത. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാനവിടെ ഒന്ന് ഈ NHM സ്ഥാപനങ്ങളൊന്നും ഇത്രയും ഇല്ല. ഏകദേശം ഒരു 10-300 OP വരെ ഞാൻ ദിവസം നോക്കിയിരുന്നു. ആവറേജ് 350 നോക്കിയ ദിവസങ്ങളുണ്ട്. കുറെയൊക്കെ ഫോളോ അപ്പ് ആണ്. അപ്പൊ ഒരു ദിവസം ഞാനൊരു പേഷ്യന്റ്, വളരെ ഒരു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, ആദ്യം തന്നെ കാണിച്ചു. പിറ്റേ ദിവസം പനി കൂടുതൽ ശ്വാസം മുട്ടലായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഞാനും നമ്മുടെ ഈ പത്തോളജിയൊക്കെ പഠിച്ചിട്ടിരിക്കുന്ന നമുക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ വലിയ പേടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് ഈ കുട്ടിയുടെ നമ്മളെല്ലാം അതിന്റെ ഭാവിയിലുണ്ടാകുന്ന കോൺസിക്വൻസ് ആണ് ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് നെഞ്ചിലെ കുറച്ച് കഫക്കെട്ടൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ വളരെ ആ കൊച്ചിന്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അവിടെ കയറുമ്പോ തന്നെ പൊള്ളുന്ന പനി, ശ്വാസം മുട്ടല്ല, കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. അപ്പൊ ഈ കുട്ടിയെ കൊണ്ടുവന്ന അതിന്റെ അമ്മയുടെ കൂടെ വന്ന അതിന്റെ അമ്മയുടെ അച്ഛനാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ വലിയ അത്ര കാശൊന്നുള്ള പാവപ്പെട്ടവരാണ് ഞങ്ങൾ, പക്ഷെ ഹോമിയോപ്പതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. കാര്യം ഈ പെൺകുട്ടിയുടെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ആ ഭാഗത്ത് കുറെ പേര് പേപ്പട്ടി അടിച്ചു. അപ്പൊ പേപ്പട്ടി അടിച്ചവരെല്ലാരും പോയി പേവിജസ്റ്റ് ഇഞ്ചക്ഷൻ, അന്ന് പൊക്കിലാണ് കുത്തി വയ്ക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ കുറെ നാൾ കൂടിയാണ് ഈ ഇവൾ ഗർഭിണിയാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കളയാൻ ഒരു മനസ്സില്ല. അപ്പൊ അവിടെ പറഞ്ഞ ഈ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ അബോർഷൻ ആക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഒരു 10 വർഷം കൂടി ഇപ്പൊ കിട്ടിയ ഒരു കുട്ടി ഒരു ഗർഭാവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ പോയി കണ്ടു. എന്ത് ചെയ്യണം സാറേ എന്ന്. ഞങ്ങളായിട്ട് ഒരുമിച്ച് മരിച്ചാലും ഞങ്ങൾ ഈ കുട്ടിയെ കളയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം അന്ന് ഒരു 10 ദിവസം മരുന്ന് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെറിയ ലക്ഷണം, പേവിഷത്തിന്റെ ലക്ഷണം കാണണേ അപ്പൊ തന്നെ എന്നെ അടുത്ത് വരിക എന്ന് പറഞ്ഞു. ഞാൻ ഇഞ്ചക്ഷൻ എടുത്തില്ല. എന്നിട്ട് ഇവൾക്ക് 24 വയസ്സായി. അവള് പ്രസവിച്ച കുട്ടിയാണത്. സാർ ധൈര്യമാണ് വരുന്നത്. ഈ പേഷ്യൻസ് തരുന്ന വിശ്വാസം, ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഭയങ്കരമാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആ തിരക്കിന്റെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ, ഞാൻ അന്ന് ഇന്റേൺഷിപ്പ് ചെയ്തപ്പോ ഞാൻ കരിക്കകത്താണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. ഡോക്ടർ വിൻസെന്റ് ജോൺസ് ഉണ്ടായിരുന്നു, അന്ന് മെഡിക്കൽ ഓഫീസർ സാർ എന്നുകൊണ്ട്. അപ്പൊ സാറ് ഒരു പേഷ്യന്റ് ഇങ്ങനെ ഇത്രയും നല്ല ഹൈ ടെമ്പറേച്ചർ, ഇത്രയും കഫക്കെട്ടൊക്കെ ഉള്ള കേസുകളിൽ, പ്രത്യേകിച്ച് ഒരു ഹോട്ട് പേഷ്യന്റ് ആണെങ്കിൽ അയഡം നല്ല മെഡിസിൻ ആണെന്ന് അന്ന് പറഞ്ഞൊരു ഓർമ്മ വെച്ചിട്ട് ഞാൻ അയഡം 30 ഞാൻ മിക്കവാറും ഒരു 2-3 ദിവസം പിന്നെ പ്ലാസ്റ്റിക് കൊടുക്കുന്നു. നമുക്ക് ഈ സർവീസ് ഗവൺമെന്റ് സർവീസിന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ കൊടുത്തിട്ട് നാളെ എന്നെ കാണിക്കണം, രാത്രി എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ പീഡിയാട്രീഷ്യൻ കാണിക്കുന്നു കിട്ടും. ഒരു 2 ദിവസം വന്നില്ല. അപ്പൊ ഞാൻ വെച്ചാൽ രാത്രി എങ്ങനെ പോയിട്ടുണ്ടാവും. ഒരു 4ാമത്തെ ദിവസം വന്നു. ഒരു കുഴപ്പമില്ല, ചെറിയ ഒരു ചുമയുമായിട്ട് വന്നു കുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ പേഷ്യൻസ് തരുന്ന ധൈര്യം വളരെ വലുതാണ്. അവരാണ് നമുക്ക് കോൺഫിഡൻസ് സാർ മരുന്ന് കൊടുക്കുന്ന പറയുന്നത്. അപ്പൊ ഞാൻ അതിനുശേഷം പിന്നെ ലൈക്കോപ്പൊടിയും അടുത്തിന്റെ കോംപ്ലിമെന്ററി ലൈക്കോപ്പൊടിയും കൊടുത്ത് ആ കുട്ടി വളരെ ഇന്നിപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയാണ്. കാര്യം അത് ആ രീതിയിൽ ആ കുട്ടിയുടെ രീതികൾ മാറ്റി നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്ന് നല്ലൊരു ഹെൽത്ത് പ്രദാനം ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഒരുപാട് കേസുകൾ. പിന്നെ നമ്മൾ ഈ സർവീസിൽ വരുമ്പോൾ ഹോസ്പിറ്റൽ ബേസ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ കഴിയും. ഞാൻ അതിനുശേഷം പിന്നെ കണ്ണൂർ ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിൽ ഒരു 3-4 വർഷക്കാലം അവിടുത്തെ MO ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ തന്നെ അന്ന് ഡോക്ടർ ജോളി ജെയിംസ് ആയിരുന്നു അവിടുത്തെ CMO. അന്ന് ഡോക്ടർമാർ കുറവാണ്. അന്ന് ഞാനും CMO മാത്രമേ ഉള്ളൂ അവിടെ. അന്ന് 25 കിടക്കയിലും കിടക്കാൻ ആളുണ്ട്, ഇഷ്ടംപോലെ പ്യുവർ കേസുകൾ. അപ്പൊ അന്നാണ് ഞാൻ പല കേസുകളുടെയും ഇറക്റ്റീവ് ഫീവേഴ്സ് ഒന്ന് സപ്രസ് ചെയ്ത് വരുന്ന കേസുകൾ. 5-6 ദിവസമായിട്ട് കുട്ടിയെ അലോപ്പതി കാണിച്ചുകൊണ്ടിരിക്കുന്നു, പനി മാറുന്നില്ല, കുട്ടിക്ക് ക്ഷീണം, കുട്ടിക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ. ഈ അവസ്ഥയിൽ കൊണ്ടുവരുന്ന പല പേഷ്യൻസ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു ഡോസ് പൾസോ ഏപ്പിസോ
കൊടുത്തിട്ട് ഇറപ്ഷൻസ് പുറത്തു വന്ന് കാണുന്ന ആ ഒരു മനോഹരമായ കാഴ്ച, ആ ഇറപ്ഷൻസ് പുറത്തു വരുന്നുണ്ട്, കുട്ടി വളരെ ഹെൽത്തി ആവുകയാണ്, അതിന്റെ ആരോഗ്യസ്ഥിതി തന്നെ മാറുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കേസുകളിൽ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന വിശ്വാസം, ഒരു ഡോസേ കൊടുത്താൽ മതി, 1-2 ഡോസിൽ 2-3 ഡോസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ കാണുന്ന ഈ ഒരു അവസ്ഥ വളരെ നമ്മൾക്ക് ഭയങ്കര ഒരു പ്രയോജനമാണ്. ഗൂസ് ബംസ് ഉണ്ടാവും, നമ്മുടെ ഒരു രോമാഞ്ചം ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു സിംഗിൾ മെഡിസിൻ കൊടുത്തുണ്ടാകുന്ന റിസൾട്ട് കാണുമ്പോൾ. പിന്നെ അതിനുശേഷം കൊടുക്കുന്ന അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്മാറ്റിക് മെഡിസിൻ കൊടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ഹെൽത്ത് ഏറ്റവും നല്ല കണ്ടീഷനിൽ കൊണ്ടുപോകാൻ കഴിയുന്നതൊക്കെ തന്നെ ഹോമിയോപ്പതിയുടെ ഏറ്റവും അതുല്യമായ സാധ്യതകൾ. അതിനുശേഷം പിന്നെ ഞാൻ ആറളം ഹോമിയോ ഹോസ്പിറ്റലിലെ CM ആയിട്ട് ഞാൻ അവിടെ, എനിക്ക് എന്തായിരുന്നു ചുമതലയായിരുന്നു 10 പേരുടെ ഹോസ്പിറ്റലായിരുന്നു ട്രൈബൽ മേഖലയിൽ. എന്റെ സർവീസ് കാലയളവിൽ വളരെ ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന, ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനം കൊള്ളുന്ന മുഹൂർത്തമായിരുന്നു ആറളം ഹോമിയോ ഹോസ്പിറ്റലിൽ, ട്രൈബൽ ഹോസ്പിറ്റൽ. ഇപ്പൊ ഈ ആന കച്ചവട്ടി കൊന്നതൊക്കെ ഞാൻ അവിടെയൊക്കെ ഞാൻ ക്യാമ്പ് എടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തൊക്കെ 2-3 വർഷക്കാലം ഞാൻ ചെല്ലുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു ചെറിയ ഒരു ഹോസ്പിറ്റലില്, എല്ലും ദൂരമുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. IP അഡ്മിഷൻ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഏതായാലും ഞാൻ അന്ന് ഞങ്ങളുടെ MO ഡോക്ടർ പ്രിയ അന്ന് അവിടെ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടി വന്നതാണ്. നമ്മുടെ ട്രിവാൻഡ്രം കോളേജിൽ MD എടുത്ത ഡോക്ടറാണ്. വളരെ മിടുക്കിയ ഡോക്ടറായിരുന്നു. ഞാൻ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളായിരുന്നു കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു. പ്രിയയാണ് കൂടുതലും കേസുകൾ ഡീൽ ചെയ്യാൻ. പിന്നെ ഒരു RMO നമുക്ക് NHM തന്നിരുന്നു. അപ്പൊ അവിടുത്തെ പഞ്ചായത്തും എല്ലാം വളരെ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ അവിടെ ഒരു നല്ല ഹോസ്പിറ്റലാക്കി. 1 വർഷം കൊണ്ട് ഞാൻ അതൊരു ഹോസ്പിറ്റലിന്റെ എല്ലാ രീതികളും, ഈവൻ അതിനുശേഷം പിന്നെ നമ്മളുടെ ലാബ്, പിന്നെ മൊബൈൽ ക്ലിനിക്കുകൾ എല്ലാം തന്നെ നമ്മളോട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ കാലം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, അപ്പൊ ഡോക്ടർ ആ സമയത്ത് ഒരു ദിവസം ഡെങ്കു ഫീവറിന്റെ സീസണായിരുന്നു. അപ്പൊ ഈ ഡോക്ടർ പ്രിയ അന്ന് ജോയിൻ ചെയ്ത് 5-6 മാസം, 1 വർഷം ആവുന്നേ ഉള്ളൂ. എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഡെങ്കു കേസുകൾ വന്നിട്ടുണ്ട്, എല്ലാവരും വളരെ പാവപ്പെട്ടവരാണ്, ജീവിതത്തിൽ ജീവിക്കാൻ നിവർത്തിയുള്ള തൽക്കാരാണ്, പിന്നെ ഒരു ചെറിയ മുറിക്കകത്താണ് അവരെല്ലാം ഫാമിലി എല്ലാം കഴിയുന്നത്. അപ്പൊ അവർക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ വിഷമമാണ്, അവർക്കെല്ലാം ഈ അസുഖം വരും, അത് നമുക്കിവിടെ അഡ്മിഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 10 പേരുടെ ഹോസ്പിറ്റലാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ ഉള്ള മറ്റു കേസുകളെല്ലാം ഒരു റൂമിലോട്ട് മാറ്റിയിട്ട് ഡെങ്കു കേസുകൾക്ക് വേണ്ടി ഒരു ഹാൾ നമുക്ക് എടുക്കാം, ആ രീതിയിൽ നമുക്ക് കെയർ ചെയ്യാം. ഞങ്ങളോട് ഡെങ്കു കേസുകൾ അഡ്മിറ്റ് ചെയ്തു. കൂടുതലും ഇപ്പറ്റോറിയം, ബ്രയോണിയ, നക്സ് ആണ് കൂടുതലും കേസുകൾ. നക്സ് ആയിരുന്നു, എക്സോമിക് ആയിരുന്നു കൂടുതലും നമ്മളെ സഹായിച്ചത്. ഇച്ചിനീഷ്യ ടീച്ചർ 3X ഡോക്ടർ പ്രിയ തന്നെ കേസെടുത്ത് എല്ലാ കേസുകളും 10 കേസുകളും 10 കേസിലും പല മെഡിസിൻസ് ആണ്. അവരുടെ ഇൻഡിവിജ്വൽ അനുസരിച്ച് ഡോക്ടർ പ്രിയയുടെ വളരെ റെപ്പർട്ടറൈസ് ചെയ്തുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു വളരെ. അപ്പൊ ഒരു കേസുകളിലും പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല. എല്ലാവരും വളരെ ഹെൽത്തി ആവുന്നു. പിന്നെ നമ്മളവിടുത്തെ കഞ്ഞി ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ ഈ അവസ്ഥയിൽ അപ്പൊ നമുക്കൊരു കാഷ്വൽസി പറഞ്ഞിരുന്നു മല്ലിക. അവരൊന്നും എനിക്ക് ഇപ്പോഴും പിന്നെ നമ്മുടെ ഫാർമസിസ്റ്റ് ആയിട്ട് ഒരു സായി പ്രസാദ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം നമ്മുടെ സർവീസ് തന്നെ ഫാർമസിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അന്ന് ഡെയിലി ബേസിലായിരുന്നു. ഇവരൊക്കെ എന്റെ വലങ്കിയായിട്ട് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. മല്ലിക കാഷ്വൽസി പറയും. അപ്പൊ പല കേസുകളും അവിടുത്തെ കാര്യമാണ്. അപ്പൊ പല കേസുകളിലും ആ പേഷ്യന്റിന്റെ അവസ്ഥ, വീട്ടിലെ അവസ്ഥ അവർക്കറിയാം. ഞാനത് അതിശയിച്ചു. ഒരു ഭ്രാന്ത് പിടിച്ച ഒരു സ്ത്രീയെ പോലെ കൊണ്ടുവന്ന കേസ്. രാവിലെ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോ അവരെ മുടിയെല്ലാം മുറിച്ച് കുളിപ്പിച്ച് നല്ല സുന്ദരമായിട്ട് എടുത്തിരിക്കുന്നു. ആ രീതിയിൽ ഒരു ആദിവാസി സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം ഭയങ്കരമായിരുന്നു. വളരെ വളരെ എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു. അപ്പൊ ഇങ്ങനെ ആ കേസുകൾ ചെയ്യുന്ന സമയത്ത് അപ്പൊ 10 പേരും പിന്നെയും ആൾക്കാർ. അപ്പം അതിനകത്ത് അലോപ്പതി ഹോസ്പിറ്റലിൽ അപ്പൊ അവർക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. കാര്യം അവർ ഈ ആദിവാസികളൊക്കെ അവരുടെ കുത്തകയാണെന്ന് നടത്തുന്നത്. നഴ്സുമാരുടെ വിചാരം, ഡോക്ടർമാർക്ക് വിചാരമില്ല. അപ്പോ ഒരു നേഴ്സ് ഒരു ദിവസം അവിടെ വന്നു. പിറ്റേ ദിവസം അവരവിടെ വന്നിട്ട് അവിടുത്തെ ഒരു പേഷ്യന്റിനോട് പറഞ്ഞു, ഇതിനേക്കാൾ നല്ല ചികിത്സ അലോപ്പതിയിലാണെന്ന് പറഞ്ഞു. നമ്മുടെ വാർഡിനകത്ത് കയറി പറഞ്ഞു. അപ്പൊ അത് ഡോക്ടർ പ്രിയ അറിഞ്ഞപ്പോ ഇവരെ ഈ നഴ്സിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇത് വന്ന് പറയാൻ പാടില്ല. കാരണം ഞങ്ങളെല്ലാം BHMS MD ഒക്കെ കഴിഞ്ഞ ഡോക്ടർമാരോട് ഇരിക്കുന്നത്. നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഇവിടെ വരാൻ പാടില്ല. അപ്പൊ ഇത് അവർ പോയിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തു. അവരുടെ MO എടുത്ത് റിപ്പോർട്ട് ചെയ്തു. അവരെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. അന്ന് വൈകുന്നേരം ആയപ്പോ എന്നെ നമ്മുടെ DM ഡോക്ടർ ബിജു ആണ്, ഇന്നിപ്പോ 12 DM ആയിട്ടുള്ള ഡോക്ടർ ബിജു സാറാണ് DM. അന്ന് DM നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളിലും ബിജു സാർ ഡോക്ടറുടെ ആത്മാർത്ഥമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് തന്നെ ഒരു ദിവസം ഡോക്ടർ AT സുരേഷ് വന്നപ്പോൾ അവിടെ കുറെ ഫിനാൻഷ്യൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആദിവാസി മേഖലയാണ്, ഒരുപാട് നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് പല ചെയ്യാറുണ്ട് അവിടെ.
ഒരു ദിവസം ഈ 10 കേസുകൾ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം തന്നെ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഡോക്ടറെ അവിടെ ഇങ്ങനെ കുറെ കേസ് അഡ്മിറ്റ് ചെയ്യുന്ന പറയുന്നു, പിന്നെ പ്രിവെന്റീവ് വേണോ, മെഡിസിൻസ് വല്ലതും വേണോ, എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇവിടെ നമുക്ക് ഇല്ലാത്ത സ്കേഴ്സിറ്റി നമുക്ക് കൊതുവല ഇല്ല. അപ്പൊ അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം കൊതുവലായിട്ട് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഹോസ്പിറ്റലിനകത്ത് കൊതുവല കിട്ടി വളരെ മനോഹരമായിട്ട് നമ്മൾ ഡെങ്കു കേസും ട്രീറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ പലർക്കും സൂചിച്ചില്ല എന്നുള്ളത് തന്നെ. നമ്മൾ പല അലോപ്പതിക്ക് അറിഞ്ഞത് സൂചിച്ചില്ല. അപ്പോൾ അന്ന് വൈകുന്നേരം ആയപ്പോൾ എന്നെ DM വിളിച്ചു, ഡിജി സാർ വിളിച്ചു പറഞ്ഞു, സാർ ഡോക്ടർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ അവിടെ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എനിക്ക് അവിടുത്തെ DMO അറിയിച്ചിരിക്കും. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് നമ്മുടെ ചുമതലയുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിനെ വിളിച്ചു, ഡോക്ടറെ ഇപ്പം മിനിസ്റ്ററൊക്കെ വന്ന് ഇനോവേറ്റീവ്സ് ആവുന്നില്ല, എന്തെങ്കിലും മോശം പേരുണ്ടാകും, നമുക്ക് എല്ലാവർക്കും ക്ഷീണമാണ്, ഡോക്ടർ എന്താ സംഭവം, ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇത് ഒരു പരാതി ഇല്ല, ഇവിടെ ആർക്കും ഒരു പരാതി ഇല്ല, പേഷ്യൻസിന് പരാതി ഇല്ല, GRDന് പരാതി ഇല്ല, പിന്നെ ആദിവാസിയാണ് സാറേ, ഞങ്ങൾക്ക് അവരെ ഒരുപാടൊന്നും അവരെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല, അവരെ അത്യാവശ്യം മുറുക്കും, അവിടെയൊക്കെ മുറുക്കി തുപ്പും, പിന്നെ അവരത്ര ഹൈജീനിക് ആയിട്ട് നമുക്ക് അവരെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതും കിടക്കുന്ന പേഷ്യൻസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ വരുന്നവരെ കാണാതിരിക്കും പറയാൻ പറ്റും, വരരുതെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ എപ്പോഴും തുപ്പുമ്പോൾ എല്ലാം പോയി കഴുകാൻ നമുക്ക് ഉള്ള അസുഖങ്ങളുണ്ട്, അത്ര സ്റ്റാഫും ഇല്ല നമുക്ക്. അതല്ലാതെ അവിടെ വേറെ ഒരു പ്രശ്നമില്ല, വളരെ നീറ്റ് ആയിട്ടുണ്ട്. സാറ് നോക്കുക, ഇവിടെ കൊതുവിലേക്ക് കെട്ടി വളരെ മനോഹരമാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിജു സാർ എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഇതൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, എന്റെ പരിപൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ അവിടുത്തെ MO ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി എന്നോടൊന്ന് പറയാൻ പോരെ, നിങ്ങളത് ഉടനെ എന്നെ DMO അറിയിക്കേണ്ട ആവശ്യം എന്താ, നിങ്ങൾ അടുത്ത പഞ്ചായത്ത് മീറ്റിംഗ് കണ്ടപ്പോൾ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഡോക്ടറെ അത് ഞാൻ അറിഞ്ഞില്ല, ഈ നേഴ്സ് എന്തോ ഒരു പരാതി കൊണ്ടുവച്ച് ഞാൻ അറിയാതെ അയച്ചു എന്ന് പറഞ്ഞത് അവരുടെ കരുതപ്പി പോയി. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ പലതും ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഈ പല കേസുകളിൽ അവിടെ അഡ്മിറ്റ് ചെയ്ത ഡെങ്കു കേസുകളിൽ ഒരൊറ്റ കേസിൽ പോലും പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അവസ്ഥയോ വേഴ്സ് ആവുന്ന അവസ്ഥയോ ഉണ്ടായില്ല എന്നുള്ളതാണ്. എല്ലാവരും വളരെ സുഖമായിട്ട് പോകുന്ന അവസ്ഥ. അത് നമുക്കുണ്ടാക്കിയ ഒരു ഇമ്പാക്ട്. ആറളം ഹോമിയോ ഹോസ്പിറ്റലിലെ ട്രൈബൽ മേഖലയിലുള്ള ഹോമിയോ ഹോസ്പിറ്റലിന്റെ പേര് വളരെയധികം വർദ്ധിപ്പിക്കുവാൻ പല പേഷ്യൻസും പിന്നെ വന്നു തുടങ്ങിയത്. പേഷ്യൻസിന് എണ്ണം കൂടി തുടങ്ങിയത്. ആദ്യം ട്രൈബൽ ആൾക്കാർ വരാൻ കുറച്ച് അവർക്കെല്ലാം സൂചി വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ അതൊക്കെ മാറി, സൂചിയൊന്നും വേണ്ട, ഇവിടെ വന്നാൽ ചികിത്സിച്ചാൽ റിസൾട്ട് കിട്ടുന്നുള്ള അവസ്ഥയിലോട്ട് അവർ മാറിയിരുന്നു. ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇനി നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. ഞാൻ ഡോക്ടറെ ഇത് ഷെയർ ചെയ്യാനല്ലേ, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ? വന്നല്ലേ, ഷെയർ വന്നില്ലേ? ഷെയർ ആയിട്ടുണ്ട്. ഓക്കെ. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് പനിയുടെ ചികിത്സയില് ഹോമിയോപ്പതി കിട്ടുന്ന അത്ഭുതകരമായ അവസരങ്ങൾ. ഞാനത് സൂചിപ്പിച്ചു, ഞാൻ ഈ കഴിഞ്ഞ സംസാരിക്കുവാൻ സൂചിപ്പിച്ചു. പല കേസുകളും, പനിയായിട്ട് വരുന്ന പല കേസുകളും വന്ന് നമ്മളുടെ അടുത്ത് ഒന്ന് സുഖപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി തന്നെ കൂടുക, അവരുടെ ആരോഗ്യ അവസ്ഥ, അവരുടെ മറ്റു ഓർഗൻസിനൊന്നും, കിഡ്നിക്കും ലിവറിനും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവരുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുകയാണ്. അതിനുശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസോ ആസ്മാറ്റിക് മെഡിസിൻസോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ അസുഖങ്ങളുടെ ഭാഗത്തേക്ക് വരാത്ത അവസ്ഥയിലോട്ട് മാറുകയാണ് കാര്യങ്ങൾ. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവങ്ങളാണ്. ഞങ്ങൾ ഈ ഞാനൊരു 10-25 വർഷത്തോളം ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്നു. ഈ കണ്ട അനുഭവങ്ങളാണ് ഇതിൽ. ഇത് 1792 ഹനുമാൻ എഴുതിയ, ഡോക്ടർ സാമുവൽ ഹനുമാൻ എഴുതിയ ബുക്കാണിത്. അപ്പൊ അദ്ദേഹം 1792 തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിനകത്ത് ഈ ബുക്കില് പേഷ്യന്റിന്റെ ഹെൽത്ത്, ഓരോ ആൾക്കാരുടെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡയറ്റിനും ന്യൂട്രീഷനും വേണ്ടിയുള്ള സ്വാധീനം, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ്. അദ്ദേഹത്തിന്റെ ബുക്കിൽ 1792 അദ്ദേഹം ഈ ബുക്കിൽ ഇക്കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം റെക്കമെൻഡ് യൂസ് ഓഫ് ഫ്രഷ് എയർ, ബെഡ് റെസ്റ്റ്, പ്രോപ്പർ ഡയറ്റ്, സൺഷൈൻ, public hygiene, and numerous other beneficial measures at a time when many other physicians consider them of no value. പല ചികിത്സാ രംഗത്തുള്ള പ്രമുഖരും ഇതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത സമയത്ത് 1792 ഡോക്ടർ സാമുവൽ ഹനുമാൻ പറഞ്ഞ വാക്കുകളാണ്. ഇത് ലോകത്തിന് മനസ്സിലാവാൻ
കോവിഡ് എന്നുള്ള അവസ്ഥ വരേണ്ടി വന്നു, ടോട്ടൽ അസുഖം വരേണ്ടി വന്നു. അപ്പോഴാണ് ലോകം തിരിച്ചറിഞ്ഞത് പബ്ലിക് ഹെൽത്തിന്റെയും ഹൈജീനിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ്. നമ്മുടെ ഹോമിയോപ്പതി ശാസ്ത്രശാഖ ഒരിക്കലും മാറാത്ത ബേസ്മെന്റ് ഉള്ള ഒരു ശാസ്ത്രശാഖയാണ്. അത് ഡിപ്പെൻസ് അപ്പോൺ ദി നാച്ചേഴ്സ് തെറാപ്പറ്റിക് ലോ ഓഫ് ക്യൂർ, സിമിലിയ സിമിലിബസ് കുറൻ. പ്രകൃതി തന്നെ നമുക്ക് പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന ചികിത്സാ മാർഗമാണ് ഹോമിയോപ്പതി ശാസ്ത്രശാസ്ത്രം. കോഴ്സ് 9 വൈറ്റൽ ഫോഴ്സിനെ കുറിച്ച് ഡോക്ടർ സാമുവൽ വളരെ വ്യക്തമായിട്ട് ഓർമ്മ പറയുന്നുണ്ട്. ദ ഡൈനാമിക്സ് ദാറ്റ് അനിമേറ്റ്സ് ദി മെറ്റീരിയൽ ബോഡി റൂട്ട്സ് വിത്ത് അൺബൗണ്ടഡ് sway and retains all the parts of the organism in an admirable harmonious vital operations that our indwelling reason little mind can freely employ the living healthy instrument for the higher purpose of our excellence. നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിത ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രാപ്തമാക്കാൻ ഏറ്റവും നമ്മുടെ ജീവിതത്തിന്റെ ജീവനാഡിയാണ് വൈറ്റൽ ഫോഴ്സ്, ജീവശക്തി. ഞാൻ എന്ത് വേണമെങ്കിലും പറയാം, ആത്മാവെന്നോ എന്ത് വേണമെങ്കിലും പറയാം, ജീവശക്തി. ഈ ജീവശക്തിയെ മോർബിഫിക് ഏജൻസ് അഫക്ട്സ് പ്രൈമറി വൈറ്റൽ ഫോഴ്സ് ബൈ ഡൈനാമിക് ഇൻഫ്ലുവൻസ്. ഡൈനാമിക് ഇൻഫ്ലുവൻസ് കൂടി ഈ വൈറ്റൽ ഫോഴ്സിന് ഡെവലപ്മെന്റ് വരുത്തിയാൽ മാത്രമേ മറ്റ് നോക്ഷ്യസ് ഏജൻസ്, മോർബിഫിക് ഏജൻസിന് നമുക്ക് രോഗം വരുത്തുവാൻ കഴിയും. അതൊരു 100% സത്യമായ കാര്യം. അതുകൊണ്ട് തന്നെ ഡൈനാമിക് ഓവേഴ്സ് ഉള്ള നമ്മുടെ മെഡിസിൻസ് കൊണ്ട് മാത്രമേ ഈ വൈറ്റൽ ഫോഴ്സിന്റെ അറേഞ്ച്മെന്റ് മാറ്റി ഹെൽത്തി ഓർഗാനിസം ആക്കി, ഹെൽത്തി ഹ്യൂമൻ ബീങ് ആക്കി മാറ്റുവാൻ സാധിക്കുള്ളൂ. ഇത് ഹനുമാന്റെ എക്സ്പീരിയൻസും മറ്റേ ജീവിതം കൊണ്ട് തെളിയിച്ച കാര്യം. ഈ ഡൈനാമിക് മെഡിസിൻസിന്റെ പവർ കൊണ്ട് മാത്രമേ ഡൈനാമിക്കലി ഡിറൈൻസ്ഡ് വൈറ്റൽ ഫോഴ്സിനെ അതിന്റെ കറക്റ്റ് പാതയിൽ കൊണ്ടുവരാൻ കഴിയും. നമുക്കറിയാം, ഫീവറിനെ കുറിച്ച് നമുക്കറിയാം. A temporary increase in the body that is usually as a response of an infection or illness. അത് കൂടുതലും നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, ബോഡി ഡിഫൻസ് മെക്കാനിസം നോക്ഷ്യസ് ഏജൻസിന്റെ ആക്രമണത്തിനെതിരെ പൊരുതുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ വിശേഷമാണ് നമ്മുടെ a temporary increase in the body temperature. You can underline the point, temporary increase, താൽക്കാലിക കൂടുതൽ. നോർമൽ ടെമ്പറേച്ചർ നമുക്കറിയാം 36.4 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 37.2 ഡിഗ്രി സെന്റിഗ്രേഡ്. ഫാരൻഹീറ്റ് 97.5 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 98.9 ഡിഗ്രി ഫാരൻഹീറ്റ്. ടൈപ്സ് ഓഫ് ഫീവർ, മേജർ ആയിട്ട് ടൈപ്സ് ഓഫ് ഫീവർ എന്ന് ഇന്റർമീഡിയറ്റ് ഫീവർ ആണ്, പിന്നെ റെമനന്റ് ഫീവർ ആണ്, കണ്ടിന്യൂസ് ഫീവർ ആണ്, ഹെക്ടിക് ഫീവർ ആണ്, റിലാക്സിംഗ് ഫീവർ. ഇതിന്റെ ഫീവറിന്റെ നേച്ചർ വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ടിപ്സ് എന്ന് പറയുന്നത് ഏറ്റിയോളജിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ അക്യൂട്ട്, പ്രത്യേകിച്ച് ഫീവർ കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഒന്ന് ക്ലൈമാറ്റിക് ചേഞ്ച് ഇൻ ക്ലൈമറ്റ്സ്, ദെൻ മെന്റൽ ട്രോമ, ദെൻ എക്സ്പോഷർ ടു നോക്സ് ഇൻഫെക്ഷ്യസ് ഏജൻസ്. ഇപ്പൊ വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, പാരസിറ്റ് ആവാം, മറ്റു പല നോക്സിയസ് ഏജൻസും ആവാം. മെഡിക്കേഷൻസ്, വാക്സിനേഷൻസ് ഒക്കെയാണ് ഏറ്റിയോളജിയിൽ പ്രധാനം. നമ്മുടെ പ്രിസ്ക്രിപ്ഷനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റിയോളജിക്ക് വളരെ വലിയ റോളാണ്, പ്രത്യേകിച്ച് അക്യൂട്ട് കേസുകളിൽ, പ്രത്യേകിച്ച് ഫീവറിൽ നമുക്ക് ഏറ്റവും പ്രധാനം. ഈ ഏറ്റിയോളജി വെച്ച് ട്രീറ്റ് ചെയ്യുന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ഫീവർ കേസുകൾ ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ നമ്മളതിനകത്ത് സപ്രഷൻ ഓഫ് ഇറപ്റ്റീവ് ഫീവേഴ്സിന്റെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അന്വേഷിക്കും, ഒന്ന് ചോദിക്കാമെന്നല്ലാണ്. ആ ഫാമിലിയിലോ അല്ലെങ്കിൽ അവിടെ സമീപ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഇറപ്റ്റീവ് ഫീവേഴ്സ് ഉണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്ത്, അത് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഏറ്റവും പ്രധാനമാണ്. കാര്യം ആ ഫീവർ വരാനുള്ള സാധ്യത, ഇറപ്റ്റീവ് ഫീവേഴ്സ് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ സപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മെഡിസിൻസ് ആണ് എപ്പിസ്, പൾസ്, സിംഗമെറ്റ്, ഏലിയാന്തസ്, കുപ്രമെറ്റ്. പല കേസുകളിലും ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില കേസുകളിൽ ഏകദേശം അപസ്മാരത്തിന് സമാനമായ ലക്ഷണങ്ങൾ, കുട്ടിക്ക് 4 ദിവസം പനി, പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ കുറയും, പിന്നെ വീണ്ടും വരും. അപസ്മാര സമാനമായ ലക്ഷണങ്ങൾ നമ്മുടെ മെഡിസിൻസ് കുപ്രമെറ്റോ സിംഗമെറ്റോ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇറപ്ഷൻസ് പുറത്തു വരും, കുട്ടി പിന്നോട് ഓടി കളിക്കുന്നതാണ്. അതിന്റെ ആ സപ്രഷൻ ഓഫ് ഇറപ്റ്റീവ് ഫീവേഴ്സിനെ ഒന്ന് പുറത്തു കൊണ്ടുവന്ന് ആ ഹെൽത്തിനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവ് ഹോമിയോപ്പതി മെഡിസിന് അതുല്യമായ സാധ്യതയാണ് മെഡിസിൻസ്. പിന്നെ അക്യൂട്ട് എക്സെപ്ഷൻസ് ഓഫ് ക്രോണിക് കംപ്ലൈൻസ്, സെപ്റ്റിക് കണ്ടീഷൻസിൽ, പല സെപ്റ്റിക് കണ്ടീഷനിലും, പ്യൂബർ ഫീവറിൽ,
അൾസേഴ്സ് ഒന്ന് പഴുക്കുന്ന അവസ്ഥകളിൽ, ഈവൻ ഡയബറ്റിക് ഗാംഗ്രിയിൽ പോലും അതിന്റെ ആ അവസ്ഥയിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സെപ്റ്റിക് ഫീവേഴ്സിന് നമ്മുടെ പൈറൈൻ പോലുള്ള മെഡിസിൻസ് വളരെയധികം നമ്മൾ സഹായിക്കണം. പിന്നെ കോങ്കോമെന്റ് സിംറ്റംസ്, നമ്മുടെ ഹോമിയോപ്പതി റിസർച്ച് ഏറ്റവും കൂടുതൽ റോൾ വഹിക്കുന്ന സിംറ്റംസ് ആണ് കോങ്കോമെന്റ് സിംറ്റംസ്. അത് വരുന്ന ഇതിന്റെ കൂടെ വരുന്ന എന്താണ് ചുമയോ തണുപ്പോ പിന്നെ തലവേദനയോ വോമിറ്റിങ്ങോ ഡയറിയോ ഏതെങ്കിലും കോൺസ്റ്റിപ്പേഷനോ ഇൻഫെക്ഷൻ റെഡിങ് ആണോ, ഇങ്ങനെയുള്ള എല്ലാ കോങ്കോമെന്റ് സിംറ്റംസും വളരെയധികം നമ്മളെ ഫീവർ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ മൊർട്ടാലിറ്റീസ്, അഗ്രിവേഷൻ അഗ്രേഷൻ ഫാക്ടേഴ്സ്, രാവിലെയോ വൈകുന്നേരമോ കൂടുകയോ കുറയുകയോ, ഇതെല്ലാം തന്നെ ഒരുപാട് മെഡിസിൻസ് നമ്മളെ ഈ മൊഡാലിറ്റീസ് ഫീവർ കേസുകളിൽ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അൺകോമൺ റയർ പെക്യുലർ സിംറ്റംസ്, അത് ഏറ്റവും പ്രധാനമാണ്. അത് തന്നെ നമ്മളെ പല കേസുകളിലും തേഴ്സ്റ്റ് ഫോർ ഐസി കോൾഡ് വാട്ടർ ഒരാറ്റർമാലിനൊക്കെ ഉണ്ട്. ആ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ വെൻ വെൽ സെലക്ടഡ് റെമഡീസ് ഫെയിൽ ടു ആക്ട്, ആൻഡ് ഇന്റർകറന്റ് റെമഡി വിൽ ഹെൽപ് ടു ക്ലിയർ ദി ഒബ്സ്റ്റക്കിൾസ്. അത് നോസോഡ് ആവാം, ട്യൂബർക്കുലിനം, പൈറോജൻ, സോറിനം, ഇതെല്ലാം ബെസ്റ്റ് നോസോഡ്സ് ആണ്. നമ്മുടെ ഈ ഇത്തരം സെറ്റോകോക്സിൻ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ തന്നെ വളരെയധികം നമ്മളെ ഈ കേസുകളുടെ ആ ക്യൂറിലുള്ള ഒബ്സ്റ്റക്കിൾ ക്ലിയർ ചെയ്തുകൊണ്ട് ആ പ്യൂർ കേസുകൾ മുന്നോട്ട് പോകാൻ നമ്മൾ സാധിക്കും. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ്, അത് കൽക്കേരിയക്കാർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ ഫോസ്ഫറസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കേസുകളും നമ്മളെ അങ്ങനെയുള്ള അറിവ് നമ്മൾ ഇതിനെല്ലാം സഹായിക്കും. പിന്നെ ആന്റിമാസ്മാറ്റിക് റെമഡീസ്, പല കേസുകളിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ആ മരുന്ന് കറക്റ്റ് മെഡിസിൻ വെൽ സെലക്ട് മെഡിസിൻ ആണ്, പക്ഷെ അതൊന്നും അനങ്ങുന്നില്ല, പേഷ്യന്റ് ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആന്റിമാസ്മാറ്റിക് മെഡിസിൻസ്, സൾഫർ വരാം, മർക്കൂറി സഹായിക്കും, പൂജ സഹായിക്കും. ഇങ്ങനെ പല കേസുകളിലും ഇങ്ങനെയുള്ള മെഡിസിൻസിന്റെ അത് നമ്മളെ ഈ ഒബ്സ്റ്റക്കിള് ക്ലിയർ ചെയ്യാൻ നമ്മൾ സഹായിക്കും. ഇതെല്ലാം തന്നെ നമ്മളെ ഓരോ കേസുകളിലും മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യം. ഒരു പ്രോട്ടോകോൾ ഞാൻ ഇവിടെ നമ്മുടെ IFPHന്റെ പ്ലാറ്റ്ഫോമിൽ ഞാനിത് ഫോളോ ചെയ്ത പ്രോട്ടോകോളാണ്. കാര്യം നമുക്കറിയാം പനി കേസുകളിൽ ആദ്യമേ തന്നെ പണ്ട് നമ്മൾ പല കേസുകളിലും പല ടീച്ചേഴ്സ് പഠിപ്പിക്കും പറയും, നിങ്ങൾ കേസ് കണ്ടുകൊണ്ടേ സൾഫർ എല്ലാത്തിനും കൊള്ളാം എന്ന് പറഞ്ഞ സൾഫർ എടുത്ത് കൊടുത്തുള്ളായിരുന്നു. നിങ്ങൾ നക്സോമിക്ക ഏകദേശം നക്സോമിക്ക മിക്കവാറും ഒരുപാട് സിംറ്റംസ് കവർ ചെയ്യുന്നുണ്ടോ, നക്സോമിക്ക എടുത്ത് കൊടുത്തത് ശരിയാണത്. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് ചാടി ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ കേസ് നമുക്ക് സ്പോയിൽ ആവാൻ ഉള്ള സാധ്യത കൂടുതലാണ്. പല കേസുകളിലും ഇങ്ങനെയുള്ള കൽക്കേരിയ കാർബ്, സൾഫർ, ഫോസ്ഫറസ്, ആഴ്സാൽബക്ടറി ആദ്യം കൊടുക്കുന്നത് ആ കേസ് നമ്മൾ കയ്യിൽ നിന്ന് അത് സ്പോയിൽ ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഫീവറിൽ നമുക്കറിയാം, ഫീവർ കേസുകൾ നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ വരുന്ന കംപ്ലൈൻസ് ആണ് സ്നീസിങ്, മൂക്കടപ്പ്, തുമ്മല്, തലവേദന, പിന്നെ തൊണ്ടവേദന, ഇങ്ങനെയുള്ള ഒരു നേസൽ കൺജഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഓരോ ഫീവർ കേസുകളും ആരംഭിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെയുള്ള ഏർലി സ്റ്റേജിൽ വരുന്ന മെഡിസിൻസ് കൂടുതലും അക്വണൈറ്റ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ്. പ്രത്യേകിച്ച് അതിന്റെ തുടക്കത്തിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ് അക്വണൈറ്റ്. അതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ കഴിഞ്ഞ ഇംഗ്ലീഷ് സെഷനിൽ ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സിംറ്റംസ് അധികം കിടക്കുന്നില്ല. പിന്നെ ബെല്ല്, ബ്രയോണിയ, പെറംഫോസ്, യൂപ്രേഷ്യ, ജെൽസീമിയം, ഡൽക്യാമറ, വെരാക്ഷം വെരഡ്, ഹെപ്പാസൾഫ്, ഇപ്പിക, ഈ മെഡിസിൻസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ പല കേസുകളിലും പ്യൂർ കേസുകളിലും നമ്മൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. നിങ്ങൾ ഈ പ്യൂർ കേസ് ഇപ്പൊ അലോപ്പതി കൊടുക്കുന്നത് ഉടനെ തന്നെ പെട്ടെന്ന് കുറയുന്ന ഒരവസ്ഥ വരാൻ നിങ്ങളത് പ്രതീക്ഷിക്കരുത്. നമ്മുടെ ട്രീറ്റ്മെന്റ് ഇതാണ്. ഈ കേസ് നമുക്ക് കൂടുതൽ നമ്മുടെ ഗവൺമെന്റ് ഡിസ്പെൻസറി നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് 1, 2, 3 ദിവസം മരുന്ന് കൊടുത്തിട്ട് 2 ദിവസം ഞാൻ വരാൻ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ കേസ് ആ രീതിയിൽ തന്നെ കുറഞ്ഞു പോകും. ചില കേസുകൾ അത് ടൈഫോയിഡിലായിട്ടായാലും ശരി, വേറെ എന്തെങ്കിലും വലിയ അസുഖത്തിലായിട്ട് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഈ അവസ്ഥയിൽ അതങ്ങ് അബോർട്ട് ചെയ്യപ്പെടും. നമ്മുടെ ഈ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ കേസുകൾ കൂടുതലും അതിന്റെ ക്യൂർ സ്റ്റേജിൽ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ അതല്ല, വീണ്ടും അടുത്ത സ്റ്റേജിൽ വരികയാണെങ്കിൽ, സെക്കൻഡ് സ്റ്റേജിൽ വരികയാണെങ്കിൽ നമുക്കറിയാം ബോഡി ഏക്ക്, ശരീരം മുഴുവൻ വേദന, പിന്നെ തലവേദന കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂടുന്ന അവസ്ഥ, പിന്നെ ക്ഷീണം, ഇങ്ങനെയുള്ള കംപ്ലൈൻസിലോട്ട് പോകുമ്പോഴത്തേനും അതൊരു സെക്കൻഡ് സ്റ്റേജിലോട്ട് ആക്റ്റീവ് സ്റ്റേജിലോട്ട് പോവാണ് ആ കേസ്, ഫീവർ കേസ്. അപ്പൊ ഇതിനകത്ത് എപ്പിസ്മെല്ലിന്റെ സ്റ്റിംഗ് പെയിൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എപ്പിസ് വളരെയധികം നമ്മളെ സഹായിക്കും.
പിന്നെ ആന്റിംടാട്ട്, ബാക്ടീഷ്യ, റെസ്റ്റോക്സ്. ബാക്ടീഷ്യക്ക് നമുക്കറിയാം ഒരു സവർ സ്മെല്ലും പിന്നെ ഒരു ഡെലിവറിയും സോർ ത്രോട്ടും ഒക്കെ വരുന്ന ഒരു കണ്ടീഷനാണ്. വായ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ബാക്ടീഷ്യയിലോട്ട് പോകാം. ബാക്ടീഷ്യയും ടൈഫോയിഡ് കണ്ടീഷനിൽ ഏറ്റവും ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ ടൈഫോയിഡ് അബോർട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്ന മെഡിസിനാണ് ബാക്ടീഷ്യ. പിന്നെ റെസ്റ്റോക്സ് എന്ന് പറയുമ്പോൾ റെസ്റ്റ്ലെസ്നെസ്സും സോർ ബ്രൂയിസ്റ്റ് സെൻസേഷൻ ഒക്കെ, പിന്നെ റെഡ് ട്രയാങ്കിൾ ടിപ്പ് ഒക്കെ നമ്മൾ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കൊടുത്ത് വളരെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റെസ്റ്റോക്സും ഒരു വലിയ മെഡിസിനാണ്. നമ്മൾ ടൈഫോയിഡ് സ്റ്റേജിലോട്ട് പേഷ്യന്റ് പോകാതെ ഇനിഷ്യൽ സ്റ്റേജിൽ റെസ്റ്റോക്സ് കൊടുക്കുന്നതിന് ടൈഫോയിഡിൽ പോകാതെ നമുക്ക് രക്ഷപ്പെടുന്നത്. ഒരുപാട് മെഡിസിൻസ് വാരി കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് സ്പോയിൽ ആയി പോകും. 1 or 2 ഞാൻ കൂടുതലും 2 or 3 ഡോസ്, പിന്നെ പ്ലാസിബോ ആണ്. പിന്നെ ഫെറോബോസ് ചിലപ്പോൾ കൊടുക്കുക, 6 കൊടുക്കാറുണ്ട്. കാര്യം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയും പിന്നെ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടുന്ന നല്ല ലക്ഷണമില്ലാത്തതുകൊണ്ട് ഫെറോബോസ് കൊടുക്കാറുണ്ട്. പിന്നെ യൂക്കാലിപ്റ്റസ്, ഹൈ ടെമ്പറേച്ചർ ഡിസ്ചാർജസ് ഫൗൾ സ്മെല്ലിംഗ് ആണെങ്കിൽ യൂക്കാലിപ്റ്റസ് വളരെ ബെസ്റ്റ് മെഡിസിൻ ആണ്. ജിഞ്ചറും 30 എല്ലാം വളരെയധികം സഹായിക്കും. നെക്സോമിക്ക അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് മെഡിസിൻ ആണ്. എക്സ്ട്രീംലി ചില്ലി, അതിനകത്ത് ഇൻഎഫക്ച്വൽ ആർട്ടിംഗ് സ്റ്റൂൾ വളരെ പ്രധാനമാണ്. പിന്നെ ബേണിംഗ് ഹോട്ട് ആണ് പേഷ്യന്റ്. പിന്നെ കവറിങ് മാറ്റുമ്പോൾ തന്നെ ചില്ലിനെസ് വരുന്ന മെഡിസിനാണ് നെക്സോമിക്ക. പിന്നെ ഇപ്പറ്റോറിയം നമ്മൾ ഒരുപാട് ചിക്കൻ ഗുനിയയിലും ഡെങ്കുവിലൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത മെഡിസിൻ ഇപ്പറ്റോറിയമാണ്. ബോൺ പെയിൻസ്, ബ്രൂയിസ്ഡ് ഫീലിംഗ് ആസ് ബ്രോക്കൺ ഓൾ ഓവർ ദ ബോഡി. പൾസും വളരെ നല്ല മെഡിസിനാണ്. സവർ വൊമിറ്റിംഗ് ഓഫ് പ്ലം ഓർ ബൈൽ, ഡ്രൈ ലിപ്സ് വിത്ത് റെസ്റ്റ്ലെസ്നെസ്, ഡയറിയ ഉണ്ടെങ്കിൽ പൾസെല്ലാം വളരെ സുന്ദരമായിട്ട് ആക്റ്റീവ്. പ്രത്യേകിച്ച് സസ്പെക്റ്റഡ് സപ്രസ്ഡ് കേസ് ഓഫ് തെറപ്പി ഫീവേഴ്സിനാണെങ്കിൽ പൾസെല്ലാം വളരെയധികം മനോഹരമായിട്ട് എറപ്ഷൻസ് വർദ്ധിക്കും. ആ പേഷ്യന്റ് പിന്നെ നമ്മൾ വളരെ സുഖമായിട്ട് അതിന്റെ മുഴുവൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഈ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എടുക്കുമ്പോഴാണ് ലേറ്റ് സ്റ്റേജിലാണ് പിന്നെ ബ്രോങ്കൈറ്റിസും ഒരു നാഗിങ് കഫും സൈനസൈറ്റിസും ന്യൂമോണിയയിലോട്ടൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ തേർഡ് സ്റ്റേജിലോട്ട് ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരുന്നത്. അവിടെ നമ്മൾ സഹായിക്കുന്ന മെഡിസിൻ കൂടുതൽ ആഴ്സാൽബ്, വെരാട്രമാൽബ്, മക്സോള്, നാട്രിമ്യൂർ, സോറിനം, സൾഫർ, ട്യൂബർക്കുലിനം, ചൈന, കാർബോവിറ്റ്, ഫോസ്ഫറസ്, ആസിഡ് ഫോസ്, ടോട്ടാൽസോറിഡസ്. ഒരു ടെർമിനൽ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് സഹായിക്കുന്ന മെഡിസിനാണ് ടോട്ടാൽസോറിഡസ്. ബ്ലാക്ക് വൊമിറ്റ്, യെല്ലോ സ്കിൻ, ലൂസിംഗ് ഓഫ് ബ്ലഡ് ഫ്രം ഓൾ ദി ഓറിഫിസ് ഓഫ് ദി ബോഡി, ടോട്ടാൽസോറിഡസ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പോകുന്ന കേസുകളിൽ കഴിഞ്ഞ ദിവസം ഏതൊരു ഡോക്ടർ ക്ലാസ്സിന് ഞാൻ കേട്ടു. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കേസുകൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ അങ്ങനെ നമ്മുടെ കാലത്ത് കുറച്ചുകൂടെ നമുക്ക് കുറച്ച് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് മുന്നേ പോയ ആൾക്കാർക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനെയുള്ള കേസുകൾ ടെർമിനൽ സ്റ്റേജിൽ ICU കിടന്ന് മരിക്കാൻ വിടാറില്ല. അവരെല്ലാം മിക്കവാറും വീട്ടിൽ വന്ന് മരിക്കാൻ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ പോയി ഈ കേസ് ക്യൂർ ചെയ്ത് ആ നാട്ടിൽ മുഴുവൻ ഹോമിയോപ്പതി പ്രചാരം ഉണ്ടാകുന്നു. ആ സമയത്ത് മരിക്കാൻ വിട്ട കേസാണ് വളരെ സുന്ദരമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇത് വൈറൽ ഇൻഫെക്ഷൻസിന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു മറ്റു പലരുടെയും എക്സ്പീരിയൻസിന് അവരിൽ നിന്നെല്ലാം കിട്ടിയ അറിവ് വെച്ച് ഞാൻ പറയാണ്. വൈറൽ കേസുകൾ ഇൻഫെക്ഷൻസിനകത്ത് ഒരു 99% ഹോമിയോപ്പതിക്ക് വലിയ വളരെ സാധ്യതയാണുള്ളത്. നമ്മുടെ കേന്ദ്രം പോവില്ല, പേഷ്യൻസ് ഒരിക്കലും അത് കോംപ്ലിക്കേഷനിലോട്ട് പോവില്ല. അതിന്റെ മറ്റൊരു പ്രശ്നവും വരത്തില്ല വൈറൽ കേസുകളിൽ. അതിന് പ്രധാന കാരണം വൈറസിന്റെ ജോലി മുഴുവൻ നമ്മുടെ ഇന്റേണൽ സിസ്റ്റത്തിനകത്ത് വന്നുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ ബോഡി സെൽ ഫംഗ്ഷൻ ഹൈജാക്ക് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മുടെ തന്നെ ജീനോം വൈറസ് ഡിസീസസ് ജീനോം ഇൻ സൈറ്റോപ്ലാസം ടു ക്രിയേറ്റ് വൈറൽ റിപ്ലിക്കേറ്റ്സ്. അപ്പൊ നമ്മുടെ DNA-യിലും RNA-യിലും ഉള്ള കളിയാണ് വൈറസ് കളിക്കുന്നത്. ചേഞ്ചസ് ഇൻ ദി cellular and transcriptional activity of the host, protein-protein interactions promoting efficient production of proteins related to virus. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൈറസ് എന്ന് പറയുന്ന സാധനം ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദെയർ സെല്ലുലാർ ഹോസ്റ്റ് ഫോർ ദെയർ എനർജി പ്രൊഡക്ഷൻ ആൻഡ് പ്രോട്ടീൻ. വൈറസ് നമ്മളെയാണ്, ഹോസ്റ്റിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ എനർജി പ്രൊഡക്ഷനും പ്രോട്ടീൻ സിന്തസിനും ഒക്കെ നമ്മളെയാണ് ഡിപ്പെൻഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റൽ ഫോഴ്സിന് വൈറസിനെ പൊക്കിയെടുത്ത് പുറത്ത് കളയാൻ ഒരു പ്രയാസവും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ പല വൈറസ് കേസുകളിലും വളരെയധികം റിസൾട്ട് ഉണ്ടാകുന്ന കഴിയുന്നു. നമ്മുടെ വൈറ്റൽ ഫോഴ്സിന് ഈ വൈറസിനെ പിടിച്ച് പൊക്കിയെടുത്ത് പുറത്ത് കളയാൻ ഒരു വിഷമം ഉണ്ടാവില്ല. കാര്യം നമ്മുടെ ബോഡിയുടെ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ സിന്തസിസ് കൊണ്ടാണ് വൈറസ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറസിനെ എടുത്ത് കളയാൻ വൈറ്റൽ ഫോഴ്സിന് ഏറ്റവും എളുപ്പമാണ്. പിന്നെ മറ്റു സിസ്റ്റത്തിന് വൈറൽ ഇൻഫെക്ഷൻസിന് ചെയ്യാനുള്ള അറ്റാക്ക് ചെയ്യാനുള്ള അവരുടെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉണ്ട് ഒരു സിസ്റ്റം. പക്ഷേ ബാക്ടീരിയൽ കേസുകളിൽ പല കേസുകളിലും
എനിക്ക് ഒരുപാട് പെയിലേഴ്സ് വന്ന പല കേസുകളും ബാക്ടീരിയൽ കേസുകൾ. കാര്യം ഇത് കുറച്ച് സ്ഫുട്ടം എല്ലാം കുറച്ച് കഫക്കെട്ടൊക്കെ മാറി, അതിന്റെ സ്ഫുടത്തിന്റെ പിക്ചറൊക്കെ മാറി, കുറച്ച് ഒരു ബ്ലഡും കുറച്ച് ഡാർക്ക് ഒക്കെ ആകുമ്പോൾ തന്നെ പേഷ്യൻസ് ആകും പേടിച്ച് ഓടി പോയി സ്ഫുട്ടം കൾച്ചറും ബ്ലഡ് കൾച്ചറും യൂറിൻ കൾച്ചറും ഒക്കെ ചെയ്തിട്ട് അലോപ്പതി മെഡിസിൻ കഴിക്കുന്ന ഒരു അവസ്ഥ ആണ് ഉള്ളത്. കാര്യം പല ദിവസങ്ങളാകുമ്പോഴത്തേനും ആൾക്കാർ തന്നെ പറയാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഉടനെ തന്നെ അവർ ഈ രീതിയിലോട്ട് അവർ മാറിപ്പോകും. അപ്പൊ ബാക്ടീരിയൽ കേസുകളിൽ കുറച്ച് നമ്മുടെ ഫെയിലുവേഴ്സ് എനിക്ക് ഹോമിയോപ്പതിക്കല്ല, എന്നെ സംബന്ധിച്ച് പല കേസുകളിലും എൻ്റെ ഫെയിലുവേഴ്സ് ഫീവർ കേസുകളിലും ഉൾപ്പെടുന്നതെല്ലാം ബാക്ടീരിയൽ കേസുകൾ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന കേസുകളിൽ ആന്റിബയോട്ടിക്സിന്റെ സാധ്യത വലിയ അധികമായതുകൊണ്ടായിരിക്കാം അതിന് നമുക്ക് കുറച്ച് സാധ്യത കുറവായിട്ടാണ് നമുക്കല്ല, എന്നെ സംബന്ധിച്ച് സാധ്യത കുറഞ്ഞാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം. ഇത് ഫീവർ കോസ്ഡ് ബൈ ദി ഇൻഫെക്ഷ്യസ് ഏജൻസ്. ഒന്ന് വൈറൽ ഇൻഫെക്ഷൻസ്, വൈറൽ ഫീവർ, ചിക്കൻ ബോക്സ്, മീസിൽസ്, റുബല്ല, ജർമ്മൻ മീസിൽസ്, ഡെങ്കു, മംസ്, ഹെർപ്പസ്, ഇൻഫെക്ഷൻ മോണോക്ലോസിസ്, COVID-19, നിപ്പ എല്ലാം വൈറസ് ഇൻഫെക്ഷൻസ് ആണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഇപ്പൊ വൈറസ് ഇൻഫെക്ഷൻസിനകത്ത് മിക്കവാറും റെസ്റ്റോക്സ് ഒക്കെ എല്ലാം ഞാൻ ഒരു ഡോസ് ആക്കി കൊടുക്കാറുള്ളൂ. ഈവൻ സ്യൂറോബാർ 6 ആണെങ്കിൽ മാത്രം കൂടുതൽ ഡോസ് കൊടുക്കും. കാര്യം ഒരു ചെറിയ ആ വൈറ്റൽ പോഴ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നാൽ മാത്രം മതി, ബാക്കി ജോലി വൈറ്റൽ ഫസ്റ്റ് ചെയ്തോളും. അങ്ങനെ ഇപ്പൊ ഈ റുബല്ല കേസുകൾ പലരും പറയാറുണ്ട് ബ്രയോണിയ ഒരൊറ്റ ഡോസേ കൊടുക്കാവൂ, ഒന്നിൽ കൂടുതൽ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേസ് സ്പോയിൽ ആവും. റുബല്ല ജർമ്മൻ മീസിൽസ് കേസുകളിൽ ബ്രയോണിയാണ് വരുന്നെങ്കിൽ ഒരൊറ്റ ഡോസേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പല ഡോക്ടർമാരും പറയാറുണ്ട്. അവരുടെ പല ചില സെമിനാറിനെ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. അവരുടെ ഫെയിലേഴ്സ് പറയുന്നത്. ഇപ്പൊ ഈ സെമിനാറിനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന കൂടുതലും ഫെയിലേഴ്സ് കേൾക്കാൻ. കാര്യം നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്കത് നമ്മുടെ ഫെയിലേഴ്സിൽ പിന്നെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫിലോകോക്കസ്, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ടൈഫോയിഡ്, ഗ്യാസ്ട്രോഎൻറ്ററൈറ്റിസ്, സാൽമണല വരാം, ഷിഗല്ല വരാം, ഈക്കോളൈ വരാം, ട്യൂബർകുലോസിസ്, വിപ്പിംഗ് കഫ്, ഡിഫ്തീരിയ, പ്ലേഗ് ഒക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുന്ന അസുഖങ്ങളാണ്. ഇതൊക്കെയാണ് കൂടുതലും ഇൻഫെക്ഷ്യസ് ഏജൻസിൽ ഫീവർ വരാനുള്ള കാണുന്ന സാധനം. പിന്നെ പാരസിറ്റിക് ഇൻഫെക്ഷൻസ്, മലേറിയ, ജിയാഡിസ്, ഷിസോമിയസിസ്, ഫംഗൽ ഇൻഫെക്ഷൻ, ഹിസ്റ്റോപ്ലാസ്മ, ബ്ലാസ്റ്റോമൈസ്, ഓക്സിഡസ് കേസ് കണ്ടീഷൻസിനാണ് ഫംഗൽ ഇൻഫെക്ഷൻസിനകത്ത് ഫീവർ കണ്ടുവരുന്നത്. ഞാനിങ്ങനെ കറ്റാറൽ ഫീവർ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അക്കണൈറ്റ് മിക്കവാറും ജലദോഷം എനിക്ക് കൂടുതലും വരുന്ന മെഡിസിൻസ് അക്കണൈറ്റ് ആണ്. അതിന്റെ ആൻസൈറ്റിയും റെസ്ലെസ്നെസ്സും പിന്നെ ഏറ്റവും ആദ്യം കൊടുക്കുക എന്നുള്ള എന്ന് ഒരു സിനിമയിൽ പറയുന്ന പോലെ ഒരു മറ്റേ ഇതൊരു കബളിവാലയ്ക്കകത്ത് ഇതിൽ പറയല്ലോ, കൈനീട്ടം വൈകിട്ടായാൽ കുഴപ്പമുണ്ടെന്ന് ചോദിക്കുന്നത് കാണുന്നത്. കൊണേറ്റ് വൈകിട്ട് കൊടുത്തിട്ട് കൈനീട്ടം വൈകിട്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെയാണ് കൊണേറ്റ് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ്. കൊണേറ്റിന്റെ സാധ്യത മുഴുവൻ അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിലാണ്. പിന്നെ ബെല്ല്, റെസ്റ്റോക്സ്, ബ്രയോണിയ, പെറംഫോസ്, ജെൽസീമിയം, സെബാഡില്ല വിത്ത് ഒബ്സ്ട്രക്ഷൻ, മൂക്കടപ്പോടുകൂടിയുള്ള പനിയാണെങ്കിൽ സെബാഡിലേക്ക് ഭയങ്കര വലിയ ആക്ഷൻസ് ആണ് കിട്ടുന്നത്. പെപ്പർ സൾഫർ, ആഴ്സാൽ, മക്കൂരിസ് ഒക്കെ തന്നെ കറ്റാറൽ ഫീവറിൽ നിന്ന് കൂടുതൽ ഉപയോഗിച്ച് വരുന്ന മെഡിസിൻസ് ആണ്. ഇറപ്റ്റീവ് ഫീവേഴ്സിലാണ് കൂടുതൽ. മൊക്കണൈറ്റ് ഹൈ ഫീവർ, ആങ്സൈറ്റി, തേഴ്സ്റ്റ് 2+ ഒക്കെ ഉണ്ടെങ്കിൽ ഇറപ്റ്റീവ് ഫീവേഴ്സിൽ മൊക്കണൈറ്റ് ബെസ്റ്റ് ആണ്. ഏലിയാനസിന്റെ പ്രധാന സിംറ്റംസ് എന്ന് പറയുന്നത് എല്ലാ സിംറ്റംസും ഞാൻ എഴുതിയിട്ടില്ല. പ്രധാന സിംറ്റംസ് എന്ന് ബ്ലീഡിങ് ഗംസും നോസും ഒക്കെയാണ്. അമോണിയം കാർബണിന്റെ ഇറപ്റ്റീവ് ഫീവറിൽ വരുന്നതാണ് മിലിയറി റാഷ്. അതുപോലെ തന്നെ വളരെ പെയിൻലി ഡെവലപ്മെന്റ് ഓഫ് ഇറപ്ഷൻസ്, വളരെ സാവധാനം മാത്രമേ അമോണിയം കാർബൺ ഇറപ്ഷൻസ് പുറത്തു വരുള്ളൂ. ബെല്ല് ഹോട്ടാണ്, എക്സ്ട്രീംലി ഹോട്ടാണ്, സഡൻനെസ് ഉണ്ടാവും, ബേണിങ്, റെസ്ലെസ്, റെഡ്നെസ് ഉണ്ടാവും, പിന്നെ തേഴ്സ്റ്റ് ഇല്ലായിരിക്കും. ബ്രയോണിയും ബെല്ലും തമ്മിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് തേഴ്സ്റ്റ് ഇല്ലായ്മയാണ് ബെല്ലിന്റെ. ബ്രയോണിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രസന്റ് ചെയ്യുന്ന മെഡിസിൻ. ബേർസ്റ്റിംഗ് ഹെഡേക്ക്, ടെമ്പിൾസ്, ഷാർപ്പ് പെയിൻ, ഐസ്, പിന്നെ തേഴ്സ്റ്റ് 2+ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ തലകറക്കം, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, നോ അർജിങ് ഫോഴ്സ്, ഒരു മലം പോകണമെന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത മെഡിസിൻ ആണെങ്കിൽ വരുന്നെങ്കിൽ ബ്രയോണിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ. ഇപ്രേഷ്യയും ഏറ്റവും ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെഡിസിൻ ആണ് ഗ്ലാൻ കൊറൈസ, ലാക്ലേക്രിഷൻ, പ്രൊഫ്യൂസ് കൊറൈസ. റെസ്റ്റോക്സ്, വീക്ക്നെസ്, സോറൻ ഓർ ബ്രൂയിസ് സെൻസേഷൻ, റെസ്ലെസ്നെസ്, വളരെ അതുപോലെ തന്നെ ബാക്ക് പെയിനും പിന്നെ ആ ചെറിയ വെസിക്കിൾസ് വരുന്ന സ്റ്റേജിലൊക്കെ റെസ്റ്റോക്സ് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്ന മെഡിസിൻ. ലേപ്പിസ് നേരത്തെ സ്റ്റിങ്ങിങ് പെയിൻ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. പിന്നെ വിത്ത് തേഴ്സ്റ്റ് ആണ്. ഡ്രോപ്സി ആണെങ്കിൽ വിത്തൗട്ട് തേഴ്സ്റ്റ് ആണ് എപ്പിസ്.
അതുപോലെ ഏപ്പിസിന്റെ ഏറ്റവും നമുക്കൊരു കിട്ടുന്ന സിംറ്റംസ് സ്ലീപ്സ് ആഫ്റ്റർ ദി ഫീവർ പ്രസൻസ്. ഫീവർ കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യന്റ് ഉറങ്ങുന്ന ഒരു അവസ്ഥയാണ്. പൾസ് ആണെങ്കിൽ ഇന്റേണൽ ബേണിംഗ് ഹീറ്റ് അറ്റ് നൈറ്റ്, ആബ്സെൻസ് ഓഫ് തേഴ്സ്റ്റ്. സൾഫർ ഫ്രീക്വന്റ് ഫ്ലാഷസ് ഓഫ് ഹീറ്റ്, നൈറ്റ് സെറ്റ് ഓൺ നേപ്പ്. അതൊരു വളരെ പ്രധാനപ്പെട്ട സിംറ്റമാണ് സൾഫറിനെ സംബന്ധിച്ച്. പിന്നെ ഗ്യാസ്ട്രിക് ഫീവർ ആണ്. നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു വിഷയമാണ് ഗ്യാസ്ട്രിക് ഫീവർ. ഗ്യാസ്ട്രിക് കംപ്ലൈൻസിനകത്ത് ഫുഡ് പോയ്സണിങ് നമുക്ക് ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ മിക്കവാറും എനിക്ക് വന്നിട്ട് 90% കേസുകൾ നമുക്ക് വളരെ അത്ഭുതകരമായ റിസൾട്ട് വരുത്താനായിരുന്നു. ഛർദ്ദിച്ചും വയറിളയും വലിയ കഷ്ടത്തിൽ വരുന്ന കേസുകൾ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് സുഖപ്പെടുത്തി 2 ദിവസം കൊണ്ട് വിട്ടിട്ടുണ്ട്. അത് ബ്രയോണിയ ആൽബ ആണെങ്കിൽ അഗ്രിവേഷൻ, ബ്രെഡും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ബ്രയോണിയ ആൽബയ്ക്ക് ഉള്ള സ്കോപ്പാണ്. പിന്നെ ബാഡ് ഫുഡ് ആണെങ്കിൽ ഡീക്കേഡ് ഫുഡ് കഴിച്ച് വയറിളക്കവും ഛർദിലും വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആഴ്സാൽബാണ്. നെക്സോമിക്ക, കോൾഡ് ഫുഡ്, ആൽക്കഹോൾ കഴിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് നെക്സോമിക്ക നല്ലതാണ്. പനിയും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതുപോലെ ലൈക്കോപ്പൊഡിയം, അഗ്രിവേഷൻ, ഓണിയൻ, ഓയിസ്റ്റർ, ഷെൽ ഫുഡ് കഴിച്ച് ഛർദിലും പനിയും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ലൈക്കോപ്പൊഡിയം വളരെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പൾസും ഫാറ്റ് ഫുഡ്, റിച്ച് ഫുഡ്, പേസ്ട്രീസ്, ഫ്രൂട്ട്സ്, ബ്രെഡ് ആൻഡ് ബട്ടർ കഴിച്ച് വരുന്ന കേസുകളിൽ പൾസ് വളരെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇപ്പിക്കൊക്കെ തന്നെ നോസിയ, ഇപ്പിക്കൊക്കെ ഒരു പ്രധാന സിംറ്റം എന്ന് പറയുന്നത് നോസിയ തന്നെയാണ്. ഏത് കേസിനകത്തായാലും നോസിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പിക്കാക്കിനെ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു റിച്ച് ഫുഡും ആണ് അതിനകത്ത് അഗ്രിവേഷൻ വന്നു. ഫോസ്ഫറസ്, അഗ്രിവേഷൻ, സോൾട്ട് ആൻഡ് സ്പൈസസ്. ചിൽഡോണിയം, ഫാറ്റ് ഫുഡ് കഴിച്ച് വരുന്ന ഛർദിലിനും പനിക്കെല്ലാം ചിൽഡോണിയം മെഡിസിൻ എത്തി. കാർബോഹൈഡ്രേറ്റ് തന്നെ റിച്ച് ഫുഡും ഫാറ്റും ബട്ടർ, പോർക്കെല്ലാം കഴിച്ച് വരുന്ന പനിയും വയറിളക്കം ഛർദിലിനൊക്കെ തന്നെ കാർബോഹൈഡ്രേറ്റ് എത്തി. ക്യാബേജ് കഴിച്ച് വരുന്നതിന് ഏറ്റവും ബെസ്റ്റ് പെട്രോളിയം ഹെൽപ്പ്. അതുപോലെ നാച്ചുറൽ ഫ്രൂട്ട്സ് കഴിച്ച് വരുന്ന പ്രത്യേകിച്ച് കുറച്ച് DK ഉള്ള ഫ്രൂട്ട്സ് കഴിച്ച് വരുന്നതാണ് ഏറ്റവും നല്ല മെഡിസിൻ വരുന്നത് നാച്ചുറൽ തന്നെ. ഇത് ഫീവർ വിത്തൗട്ട് ഇൻഫെക്ഷ്യസ്, മറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസിന്റെ ഇല്ലാതെ വരുന്ന ഫീവർ കേസുകൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സിസ്റ്റമിക് SLE, ക്രോൺസ് ഡിസീസ്, സാർക്കോയിഡോസിസ്, വാസ്കുലൈറ്റിസ് ഒക്കെ ഓട്ടോഇമ്യൂൺ ഡിസീസിനകത്ത് വരുന്നതാണ്. ഇതിനകത്തൊക്കെ പനി ഉണ്ടാവും, പക്ഷെ അതിനകത്തൊരു ഇൻഫെക്ഷ്യസ് ഏജൻസ് ഉണ്ടാവില്ല. മറ്റുള്ള ഇൻഫെക്ഷ്യസ് ഏജൻസിന്റെ പ്രശ്നം അല്ലാതെ വരുന്ന പനിയാണ് ഈ കേസുകൾക്ക് തന്നെ. ഇതിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് ആണ് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ആ പേഷ്യന്റിന്റെ മറ്റുള്ള സിംറ്റംസും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത്തരം കേസുകൾ ഹോമിയോപ്പതിയുടെ സ്കോപ്പ് അതുല്യമാണ്, അതിനകത്ത് വേറെ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസിലൊക്കെ അലോപ്പതി മറ്റ് ശാസ്ത്രശാലകളൊക്കെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന അവസ്ഥയ്ക്ക് നമുക്ക് നല്ല മെഡിസിൻസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ നഗ്നസത്യം. അതുപോലെ ബ്ലഡ് ക്ലോട്ട്സ്, പൾമണറി ബോഡീസിനകത്ത് ഫീവർ ഉണ്ടാവും. അതിനകത്ത് ബെല്ല് നല്ല മെഡിസിനാണ്. ആമിക്ക ബെസ്റ്റ് മെഡിസിനാണ്. ലാക്സിസ്, തയോസിനാമിനം ബെസ്റ്റ് സോളന്റ് ആണ്. പിന്നെ ബോത്രോപ്സ്, അതുപോലെ തന്നെ ഡീപ് വെയിൻ ത്രോംബോസിനകത്തും ടെമ്പറേച്ചറോട് വരുന്നതിനകത്ത് തയോസിനാമിനം എഴുതിട്ടൊന്നുമില്ലേ ഉള്ളൂ. തയോസിനാമിനം, ബോത്രോപ്സ്, ഏപ്പിസ്, കൽക്കേരിയ, ആഴ്സ്, സുംബുൾഫുൾ ഇതെല്ലാം തന്നെ ഏറ്റവും നല്ല മെഡിസിനാണ്. തൊള്ളോട്ട് അരിയിച്ച് കളഞ്ഞുകൊണ്ട് ആ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ മാറ്റിക്കൊണ്ട് ആ പേഷ്യന്റിന് പിന്നെ അതിനുശേഷം നമ്മൾ ആ ട്രീറ്റ്മെന്റ് കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പേഷ്യന്റിന് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ കഴിയും. അതുകൊണ്ട് ക്യാൻസർ കേസുകൾ, ചില ലുക്കീമിയ കേസുകളിലൊക്കെ തന്നെ, ലിംഫോമ കേസുകളൊക്കെ തന്നെ പനി കാണാറുണ്ട്. പനി കുറയ്ക്കാൻ ഒരു ബെസ്റ്റ് മെഡിസിൻ ആയിട്ട് നമ്മൾ പല ബുക്കുകളും പറയുന്നത്, എനിക്ക് അനുഭവമില്ല, പക്ഷെ പല ബുക്കുകളും പറയുന്നത് AB സ്കാൻ എന്ന് പറയുന്നുണ്ട്. ലുക്കീമിയ കേസുകളിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിനിട്ട് AB സ്കാൻ ബെസ്റ്റ് മെഡിസിൻ ആണെന്ന് പറയുന്നത്. അതുപോലെ മെഡിക്കേഷൻസ് ആൻഡ് വാക്സിനേഷൻസ് വരുന്ന പല നക്സോമിക്ക, നൈട്രിക് ആസിഡ്, മക്സോൾ, ഹെപ്പാർ, ടൂജി എല്ലാം തന്നെ ചില മെഡിക്കേഷൻസിന് അലർജി ഉണ്ടാകുന്ന പനിക്കും വാക്സിനേഷൻ ശേഷം പനിക്കും എല്ലാം തന്നെ ഈ മെഡിസിൻസ് വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് മക്സോളും ഹെപ്പാറും ടൂജയും വളരെയധികം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. വേം ഇൻഫെസ്റ്റേഷൻസ് ഇപ്പൊ കുറവാണ്, പക്ഷെ വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടെന്ന് പനിക്കും അല്ലാതെ തന്നെ നമ്മുടെ സിനയും സൾഫറും സ്പൈജിയിലേക്ക് ബെസ്റ്റ് മെഡിസിൻസ്. അതുപോലെ ഹീറ്റ് എക്സോഷൻ, ഈ വേനൽക്കാലത്ത് വരുന്ന വേനൽ ചൂട് കൊണ്ട് വരുന്ന പല പനിക്കും ഒക്കെ തന്നെ ബെല്ല്, ക്ലോണോയിൻ, നാച്ചുറൽ കാർബൺ മെഡിസിൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ തൈറോയിഡിസ്, സബക്യൂട്ട് തൈറോയിഡിസിന് വരുന്ന കേസുകൾ അയഡം, ലൈക്കോയിൻ, നാച്ചുറൽ സൈക്കോജനിക്
ചില കേസുകളിൽ പനി പേടിച്ച് ഞെട്ടി വരുന്ന പനികളിൽ പിന്നെ ഇൻഡിഗ്നേഷൻ ഈ എന്താണ് മറ്റ് വിഷമങ്ങൾ സഹിക്കാൻ വരുന്ന പനികൾക്കെല്ലാം തന്നെ കളിയാക്കലുകൾ അങ്ങനെയുള്ളതൊക്കെ സഹിക്കാതെ നിൽക്കുന്ന തന്നെ നമ്മുടെ മെഡിസിൻസ് ഹോമിയോപ്പതിയിലാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻസ് ഉള്ളത്. പിന്നെ ടീത്തിങ് ഇൻ ബേബീസ് അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ പല്ല് വരുന്ന സമയത്ത് ഡെന്റിഷൻ ഫീവറിനും ബെല്ല് ഹെമമില്ല പൾസ് വളരെയധികം നമ്മളെ സഹായിക്കും. ഇത് നമ്മുടെ ജീനസ് ഓഫ് ഹോമിയോപ്പതി എന്ന ഒരു കോട്ടാണ്. സ്റ്റോക്ലോസിന്റെ ജീനസ് ഓഫ് ഹോമിയോപ്പതി ഒരു കോട്ടാണ്. Homeopathy successfully treats bacterial or zoonotic diseases such as cholera, yellow fever, typhus, typhoid fever, malaria fever, diphtheria, tuberculosis, and pneumonia by internal homeopathic medicine without resorting to bactericides, germicides, or antiseptics. ഈ ഒന്നിന്റെയും ബാക്ടീരിയസൈഡ്സിന്റെയും ജെർമിസൈഡ്സിന്റെയും ആന്റിസെപ്റ്റിക്സിന്റെയും ഒരു സഹായമില്ലാതെ ഹോമിയോപ്പതി നല്ല ഭംഗിയായിട്ട് ഇത്തരം കേസുകൾ ട്രീറ്റ് ചെയ്യും. Such agents have their use only in the field of sanitation is environmental, not personal. ഈ ബാക്ടീരിയസൈഡ്സിനും ജെർമിസൈഡ്സിനും ആന്റിസെപ്റ്റിക്സിനുള്ള റോള് മുഴുവൻ സാനിറ്റേഷനകത്താണ്. അത് എൻവയോൺമെന്റ് സാനിറ്റേഷൻ ആണ്, അല്ലാതെ പേഴ്സണൽ സാനിറ്റേഷൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അല്ല. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രസിഡന്റ് അല്ലേ, നമ്മുടെ ഇപ്പോഴും അദ്ദേഹം പ്രസിഡന്റ് ആണ്. അദ്ദേഹം പറഞ്ഞ ഈ കോവിഡ് കേസുകൾക്കെല്ലാം തന്നെ പറയുന്നില്ല, കേസുകൾക്കെല്ലാം തന്നെ ഇന്റേണലായിട്ട് ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് സ്റ്റോക്ലോസ് വേറെ രീതി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ മെഡിസിൻസ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഈ ബാക്ടീരിയസൈഡ്സും ജെർമിസൈഡ്സും ആന്റിസെപ്റ്റിക്സും ഉപയോഗിക്കുന്നത് സാനിറ്റേഷൻ ഫീൽഡിലാണ്, അല്ലാതെ പേഴ്സണൽ സാനിറ്റേഷന് വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ കൊടുക്കാനുള്ള സാധനമല്ല എന്നുള്ളതാണ് സ്റ്റോക്ലോസിന്റെ വാദം. We disinfect the typhoid patient's excretions, but not the patient himself. നമ്മൾ ഈ ടൈഫോയിഡ് പേഷ്യന്റിന്റെ ഒക്കെ തന്നെ എക്സ്ക്രീഷൻസ് ആണ് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നത്, അല്ലാതെ ആ പേഷ്യന്റ് എല്ലാം നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോമിയോപ്പതി സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കും. ഇത് ടിപ്സ് ടു റിമെമ്പർ ഇൻ ട്രീറ്റിംഗ് ദി പ്യൂർ കേസസ്. Etiology plays an important role, pivotal role in the treatment of pure cases. Totality of symptoms gates to this minimum. Do not forget to collect the constitutional and miasmatic picture of the patient. അത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ പേഷ്യന്റിന്റെ മെഡിസിൻ നമ്മൾ കൊടുത്ത മെഡിസിൻസ് ആക്ട് ചെയ്യാതെ വരുന്ന അവസ്ഥകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസും നോസോട്സും മയസ്മാറ്റിക്. അപ്പൊ അത് നമ്മൾ പേഷ്യന്റിന്റെ കേസ് എടുക്കുമ്പോൾ തന്നെ ഇതും കൂടി നോട്ട് ചെയ്ത് മനസ്സിൽ വെക്കുന്ന ഏറ്റവും നല്ല വലിയൊരു പ്രധാന ഫാക്ടറാണ്. ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആൻഡ് ആർട്ടിന്റെ ലോജിക്കൽ കോമ്പിനേഷൻ. വളരെ മനോഹരമായിട്ട് ചെയ്യാൻ ഒരു സാധനമാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ്. Lab reports will help to assess the pathology, extent of infection, and help us in prognosis. അത് എന്തുമാത്രം പേഷ്യന്റിനെ ആ രോഗം ബാധിച്ചിട്ടുണ്ട്, ഏതെല്ലാം ഇന്റേണൽ ഓർഗൻസ് ആ ഓർഗാനിസം നശിപ്പിച്ചിട്ടുണ്ട്, പേഷ്യന്റ് അവസ്ഥ എന്താണ് എന്നുള്ള എല്ലാം തന്നെ തരുന്നത് വളരെ വലിയൊരു പിക്ചറാണ് തരുന്നത് നമ്മുടെ ലാബ് റിപ്പോർട്ട്സ്. അതിപ്പോ എക്സ്റേ ആയാലും MRI സ്കാൻ ആയാലും CT ആയാലും ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഇതെല്ലാം തന്നെ. പക്ഷെ അത് ആ പേഷ്യന്റിന്റെ പാത്തോളജി അസസ് ചെയ്യാനും എന്തുമാത്രം ആ ഓർഗാനിസം പേഷ്യന്റിന്റെ ഇന്റേണൽ ടിഷ്യൂസിനകത്ത് ലിവറിലും കിഡ്നിയിലും എന്തുമാത്രം ലങ്സിലും എല്ലാം എന്തുമാത്രം സ്കിന്നിൽ എന്തുമാത്രം അതിനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ലാബ് റിപ്പോർട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ പ്യൂർ വിത്ത് ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് മെഡിസിൻസിന്റെ പേരുടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. നാട്രിമ്യൂർ അതെനിക്ക് ഒരുപാട് കേസിൽ ക്യൂർ ചെയ്തിട്ടുള്ള കേസിന് ഈ പനി വന്നിട്ട് അടുത്ത സ്റ്റേജിൽ ചുണ്ടിലൊക്കെ തന്നെ പേഴ്സ് പോലെ വരുന്ന ചെറിയ വരുന്ന കേസുകളിൽ നാട്രിമ്യൂർ ഒരുപാട് പ്രയോണിയ കേസായിരിക്കും. ഇങ്ങനെ ഇറപ്ഷൻസ് കണ്ടുകൊണ്ട് തന്നെ ഒരു ദിവസം നാട്രിമ്യൂർ അടക്കി കൊടുക്കാമെങ്കിൽ അവരുടെ ഇറപ്ഷൻസും പോവും പനിയും പോകുന്നൊരു അവരുടെ വളരെ സന്തോഷകരമായ അനുഭവം പല കേസുകളും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആസിഡ് പോസിനകത്ത് ടൈഫോയിഡ് കേസുകൾ കൂടുതലും ക്രസ്റ്റ് ആയിട്ടുള്ള വെസിക്കിൾസ് വരുന്നു. പിന്നെ ലാക്ടിക് ആസിഡിനകത്ത് സ്റ്റാർട്ട് വിത്ത് വെസിക്കിൾസ് വിത്ത് റെഡ് ബേസ് ആണെങ്കിൽ ലാക്ടിക് ആസിഡ് ആണ് കൂടുതൽ വരുന്നത്. പിന്നെ പെയിൻഫുൾ പസ്റ്റ്യൂൾസ് ആണ്, പേഷ്യന്റ് നമ്മൾ തൊടാൻ അടുത്ത് നോക്കാൻ പോലും സമ്മതിക്കുന്ന ഒരു അവസ്ഥയാണ്. അത്രയും പെയിൻഫുൾ ആണെങ്കിൽ ഹെപ്പാർ സൾഫ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കും. പിന്നെ ഇച്ചിനീഷ്യ ടീച്ചർ എൻ്റെ അനുഭവത്തിൽ വെരി ഗുഡ്
കറക്റ്റ് ഓഫ് ബ്ലഡ് ഡിസ്പ്ലേസ്. അത് ലിംഫോസൈറ്റ്സ് കൂടുന്ന കേസായാലും ശരി, ESR കൂടുന്ന CRP കൂടുന്ന കേസായാലും ശരി, ഇച്ചിനീഷ്യ ടിഞ്ചർ ഒരു വണ്ടർഫുൾ മെഡിസിൻ ആണ്. ടിഞ്ചർ ആയാലും അതിന്റെ മറ്റ് 3X ആയാലും 30 ആയാലും വളരെ ഒരുപാട് നമ്മുടെ ട്രീറ്റ്മെന്റിൽ സഹായിക്കുന്ന മെഡിസിനാണ് ഇച്ചിനീഷ്യ. പിന്നെ ഫെബ്രൈൽ ഫെറ്റ്സിനുള്ള കേസുകളിൽ ഒരുപാട് നല്ല റിസൾട്ട് ആണ് നമുക്ക് സ്ട്രമോണിയവും കൽക്കേരിയ കാർബും കാർസിനോസിനും വന്നിട്ടുള്ളത്. ഞാനത് എന്റെ അനുഭവങ്ങളിൽ കിട്ടിയതാണ് ഞാൻ കൂടുതലും ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. Immunity acquired after an infection treated by homeopathy system of medicine is active. Homeopathy is the system of medicine which strengthens the vital force. നമ്മുടെ ശാസ്ത്രശാഖയുടെ പ്രധാന അടിസ്ഥാനം തന്നെ ഈ പേഷ്യന്റിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട്, മറ്റ് രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ള ലൈനിലാണ് ഹോമിയോപ്പതി പല കേസുകളിലും അപ്രോച്ച് ചെയ്യുന്നത്. പ്യുവർ കേസുകളിലാകുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ സാധ്യത എവിടെയാണ്? പ്യുവർ കേസുകളിലൂടെയാണ് നമ്മൾ പല കേസുകളിലും നമുക്ക് കടന്ന് കയറാൻ കഴിയുന്നത്. ആ കേസുകളുടെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ പ്യുവറായിട്ട് നമ്മളെ സമീപിച്ചാൽ നമുക്ക് അതിന്റെ കേസുകളിൽ തന്നെ വളരെ നല്ല റിസൾട്ട് കൊടുത്തുകൊണ്ട്, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്തുകൊണ്ട്, മയസ്മാറ്റിക് മെഡിസിൻ കൊടുത്തുകൊണ്ട്, അവരുടെ ബോഡിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്കത് നമ്മുടെ സിസ്റ്റത്തിന്റെ അനന്തമായ സാധ്യത ആ കേസുകളിലും കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇങ്ങനെ വരുന്ന പല കേസുകളും ഞാൻ അഴീക്കോട് ഡിസ്പെൻസറിലൊക്കെ ആദ്യം 3-4 വർഷം അഴീക്കോട് വർക്ക് ചെയ്തു. പല ഡിസ്പെൻസറിൽ വർക്ക് ചെയ്യുന്നതും പല കേസുകളിലും നമ്മൾ വളരെ സിംഗിൾ മെഡിസിൻ, ഞാൻ എന്റെ രീതി അതായിരുന്നു. ഞങ്ങൾ ഇതിനകത്ത് പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ള, അല്ലെങ്കിൽ അത് കുറച്ച് കളയുക എന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്തിരുന്നത്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് വലിയൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല കേസുകളിലും. പലരും പറയും നമ്മുടെ ഈ കേസുകളിൽ പേഷ്യൻസ് കൂടുന്നത് ഒരേ മുഖം തന്നെ ദിവസം വന്നിരുന്ന പേഷ്യൻസ് കൂടാൻ പാടില്ല. അതൊരു ശരിയായ പ്രാക്ടീസ് അല്ല. അക്യൂട്ട് എന്തെങ്കിലും കൊടുത്ത് ടിഞ്ചർ കൊടുത്ത് പിറ്റേ ദിവസം അതിൻ്റെ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് നല്ല പ്രാക്ടീസ് അല്ല. പുതിയ മുഖങ്ങൾ നമ്മുടെ ഡിസ്പെൻസറി വരുന്നതാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ പേഷ്യന്റിന്റെയും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ആ പേഷ്യന്റിന് ഏറ്റവും കൂടുതൽ നല്ല സാധ്യത വരുത്തുവാൻ നമുക്ക് ഈ ഫീവർ കേസുകളിലൂടെ നമുക്ക് ആ പേഷ്യന്റിൽ കടന്നു കയറാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ അനുഭവം, ഇത്രയും വർഷങ്ങളിലുള്ള എന്റെ അനുഭവം കാണിച്ചിരിക്കുന്നത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാനിത് എന്റെ ക്ലാസ് കഴിയാണ്. താങ്ക് യു. ഡോക്ടറുടെ ആദ്യത്തെ സംരംഭമാണെങ്കിലും വളരെയധികം ഭംഗിയായിട്ട് ഡോക്ടർ അത് നടത്തി, കൃത്യസമയം പാലിച്ചു, എല്ലാം തന്നെ വളരെ ഭംഗിയായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സാറിനോട് ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നമുക്കുള്ളത്. ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ധനേഷ് ഡോക്ടർ. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ആർക്കും ഒരു സംശയം വരാൻ കാര്യമില്ല. കാരണം അത്രയ്ക്ക് വിശദമായിട്ട് ഡോക്ടർ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഓരോന്നും വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ആർക്കെങ്കിലും ഈ വന്നതില് സാധാരണ ഈ ഡോക്ടറെ ഈ ലോ പൊട്ടൻസി ആണോ ഫീവറിന് കൊടുക്കാറുള്ളത്? അല്ല, ഞാനത് എല്ലാ പൊട്ടൻസി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ 0/6 0/3 ആണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം 200 1 ആയാലും 10 ആയാലും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ സിംഗിൾ മെഡിസിൻ, മിക്കവാറും സിംഗിൾ മെഡിസിൻ ആയിരിക്കും. ആ രീതിയിലാണ് എനിക്ക് അതിനാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ISSRന്റെ ഒക്കെ സമയത്ത് നമ്മൾ കേസുകൾ കണ്ടപ്പോൾ അന്ന് മുതൽ നമ്മൾ ആ സിംഗിൾ മെഡിസിൻ, എനിക്ക് നമ്മുടെ ഒരു 3-4 ബാച്ചുകളിലെല്ലാം തന്നെ ട്രിവാൻഡ്രം കോളേജിലെ ഫസ്റ്റ് 3-4 ബാച്ചുകളിലെല്ലാം തന്നെ സിംഗിൾ മെഡിസിനിലാണ് കൂടുതലും നിൽക്കുന്നത്. അതിൽ കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് സുഖം നമുക്കത് മറ്റ് എങ്ങനെയും കിട്ടാറില്ല. അഡ്മിറ്റ് ചെയ്യണേ കുറുപ്പ് സാറേ. കുറുപ്പ് സാറുണ്ടോ? ഉണ്ട്, TNS കുറുപ്പെന്ന് കാണുന്നുണ്ട്. സാറായിരിക്കുന്നു. ധനേഷ് ഡോക്ടർ. ശ്രീധർ ഡോക്ടർ ഇപ്പൊ കയറിയതേ ഉള്ളു, അവസാനം. എന്തായാലും ഫീവറിനെ കുറിച്ചുള്ള വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആണ് നമുക്ക് ഈ വേദിക സാറ് സമ്മാനിച്ചത്.
എന്തുകൊണ്ടും ഹോമിയോപ്പതി സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഓരോ മെഡിസിന്റെയും ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണ്, അത് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം, അതെല്ലാം. പിന്നെ അതിന്റെ കൺക്ലൂഷൻ, ഹോമിയോപ്പതി എങ്ങനെയാണ് ആർട്ടും സയൻസും കൂടെ സംയുക്തമായിട്ട് വരുന്നത്, ഇതെല്ലാം സാറ് ഈ ഒരു പ്രസന്റേഷൻ ഉണ്ടായി. അപ്പൊ ഇതിന്റെ ഒരു രണ്ടാം ഭാഗം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? കുറച്ച് കേസുകളൊക്കെ ആയിട്ട്. കുറച്ച് കേസുകൾ, ചികിത്സിച്ച കുറച്ച് കേസുകളും കൂടെ അല്ലേ? അതെ, കുറച്ച് ഒന്ന് ചെറിയ ചെറിയ കേസുകൾ കൂടെ ഒക്കെ ആകുമ്പോഴേ അത് എല്ലാവർക്കും കുറച്ചുകൂടെ ഒന്ന് മെഡിസിൻ പഠിക്കാനും ഒക്കെ നന്നായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും ഇതിന്റെ എക്സ്പേർട്സ് ആണ് ഇരിക്കുന്നത് കൂടുതലും. ഇല്ല, പക്ഷേ നമ്മുടെ ജൂനിയർ ഡോക്ടർമാർ ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട് സാറേ. നമ്മളെ പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഡോക്ടറെ അത് കണ്ട് നല്ല, ആ ഡോക്ടറെ ഒന്നുകൂടെ വിളിക്കണം, നല്ല പ്രസന്റേഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ച് പലരും പറയാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഡോക്ടറെ ആ സമയത്ത് വീട്ടിൽ ആ കൊച്ചു ബഹളമായിരിക്കും അല്ലേ, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ജൂനിയർ ഡോക്ടേഴ്സിന്റെ പ്രശ്നം. അതെ, യൂട്യൂബിൽ നല്ലവരെല്ലാം പേര് കാണാൻ പറ്റും, പിന്നെ കാണാൻ പറ്റുമല്ലോ. അല്ല, ഒത്തിരി പേര് കാണുന്നുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ കാര്യങ്ങൾ കാണുകയും അത് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നമ്മളെ എത്തുന്ന മെജോറിറ്റി ആൾക്കാരും ഇത് കാണുന്നുണ്ട് സാറേ, അതാണ് അതിൽ ഏറ്റവും വലിയ രസം. അതെ അതെ അതെ, അത് ശരിയാ. അവരിതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനിയും ആവശ്യമാണ്. സാറ് സമയം കിട്ടുമ്പോഴൊക്കെ റെഡിയായിരിക്കുക, എന്നിട്ട് പറയുക. ആ, ഈ വേദിയിൽ വന്ന് ഇത്രയും നല്ല ഒരു പ്രസന്റേഷൻ ചെയ്ത സുനിൽ രാജ് ഡോക്ടർക്ക് എൻ്റെ പേരിലും IFBHന്റെ പേരിലും അത് വളരെ സന്തോഷത്തോടു കൂടിയുള്ള അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സെഷൻ മാനേജ് ചെയ്യുന്ന മറിയാമ്മ ഡോക്ടറും പ്രത്യേക അഭിനന്ദനങ്ങളാണ്. അതുപോലെ ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാവർക്കും IFBHന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും എല്ലാ ദിവസവും ഇതേ സമയത്ത് 9:30 മുതലുള്ള പരിപാടിയിലും കൃത്യമായിട്ട് പങ്കെടുക്കണം. കഴിയുന്നതും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ എല്ലാവരും കയറാൻ ശ്രമിക്കുക. ഈ വീഡിയോസ് നിങ്ങൾ കാണുക മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും, അത് ഹോമിയോപ്പതി സ്നേഹികൾക്കും അയച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ഹോമിയോപ്പതിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് അവരറിയുന്നത് നമുക്ക് ഗുണകരമായിട്ട് തന്നെ വരും. പിന്നെ നമുക്ക് നമ്മുടെ പല കേസുകളെ കുറിച്ചും തെറ്റിദ്ധാരണയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അത് മാറാനും ഇത് ഉപകരിക്കും. അങ്ങനെ ഹോമിയോപ്പതി സ്നേഹികളായിട്ട് മാറിയ പലരെയും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി നരേഷ് ഡോക്ടറെ. എന്തായാലും സർക്കാർ സർവീസിൽ കയറി അതിലൂടെ ലഭിച്ച ആത്മസംതൃപ്തിയോടെ തുടങ്ങി ഫീവർ കേസുകളിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് തന്ന് സുനിൽ രാജ് ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ശ്രീവിദ്യ ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ 1648 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.